കർത്താവിൻ്റെ വിലയേറിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഏറെ വർഷം യുവാക്കളുമായി ബന്ധപ്പെട്ട ഒരാളെന്നുള്ള നിലയിലായിരിക്കാം ഈ ചുമതല എന്നെ ഫലമേൽപ്പിച്ചതെന്ന് ഞാൻ കരുതുന്നു. പ്രായം ഒരു നമ്പരാണ് എന്ന് ഈയിടെ ഞാൻ എവിടെയോ വായിച്ചു കേട്ടു. മനസ്സ് എപ്പോഴും യൗവനമായിരിക്കണം എന്നാണ് അതിൻ്റെ പിന്നാലെ എഴുതിയിരുന്നത്. അങ്ങനെ ഒരു മനസ്സ് എനിക്കുള്ളതിനാൽ ഞാൻ സന്തോഷിക്കുന്നു. നമ്മുടെ യുവതലമുറയ്ക്ക് നാം അറിഞ്ഞ അടിസ്ഥാന സത്യങ്ങൾ പകർന്നു കൊടുക്കുവാനുള്ള ബാധ്യത നമുക്കുണ്ട്. അത് അനുഗ്രഹകരമായി ഇന്നിവിടെ നടക്കുവാൻ ദൈവം കൃപ ചെയ്യട്ടെ എന്ന് ആശംസിക്കുന്നു. പ്രാർത്ഥിക്കുവാൻ പോവുകയാണ്. സ്വർഗീയ പിതാവേ, കരുണയുള്ള ദൈവമേ, ഈ അനുഗ്രഹീതമായ സംരംഭം ഞങ്ങൾക്ക് ദാനമായി തന്നതിനായി സ്തോത്രം. കർത്താവേ, ഞങ്ങളുടെ മുന്നിൽ ഒരു തലമുറയുണ്ട്. അത് ഞങ്ങളുടെ ഭാഗ്യമാണ്. ആ ഭാഗ്യത്തെ നന്നായി പ്രയോജനപ്പെടുത്തുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ദൈവത്തിൻ്റെ വചനം നന്നായി മനസ്സിലാക്കി അതിനൊത്തവണ്ണം ജീവിപ്പാൻ അവർക്ക് ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകി അവരെ ബോധ്യപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. അത് ഈ ദിവസങ്ങളിൽ ഞങ്ങളെ ഫലമേൽപ്പിച്ചിരിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. ചുമതലപ്പെട്ടവരെ എല്ലാവരെയും കർത്താവിൻ്റെ കരങ്ങളിൽ തരുന്നു. ദൈവവചനം സംസാരിക്കുന്നവർ, അത് വിഭജിക്കുന്നവർ, അത് നന്നായി ബോധ്യപ്പെടുത്തുന്നവരൊക്കെ ഞങ്ങളുടെ മുൻപിൽ തന്നിരിക്കുകയാണ് സ്തോത്രം. അവരെല്ലാം അനുഗ്രഹിക്കപ്പെട്ട സന്ദേശങ്ങൾ നൽകുവാനും അത് ഞങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ഭാവിയെ ഓർത്ത് അവരിലേക്ക് പകരുവാനും ഞങ്ങളെ അവിടുന്ന് ബലപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങളെ ഞങ്ങൾ താഴ്ത്തുന്നു. ഞങ്ങളുടെ ശബ്ദം സ്വർഗ്ഗം ആദരിച്ചിരിക്കുകയാണ് സ്തോത്രം. എല്ലാ സ്തുതി ബഹുമാനം അങ്ങേക്ക് കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിൻ്റെ മഹത്വമുള്ള നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കേൾക്കുമാറാകണമേ. ആമേൻ. ഈ നല്ല സമയത്തെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്ന സ്തോത്രം ചെയ്യുന്നു. ഈ നിലയിൽ ഗാന ശുശ്രൂഷയിലൂടെ കർത്താവിൻ്റെ നാമം മഹത്വപ്പെടുത്തുവാൻ സ്വർഗത്തിലെ ദൈവം ഒരുക്കുന്നതിന് നല്ല അവസരത്തെ ഓർത്ത് കർത്താവിനെ വളരെയധികമായി സ്തുതിക്കുന്നു. ഈ അവസരം അടിയൻ നൽകിയ എൻ്റെ പ്രിയപ്പെട്ടവരോടുള്ള ഹാർദവമായ നന്ദി ഞാൻ ഈ സമയം അറിയിക്കാനായിട്ട് ഉപയോഗിക്കുന്നു. നമുക്ക് ഏവർക്കും അറിയാവുന്ന ഒരു ഗാനം, അങ്ങേപ്പോലെ ദൈവമേ ആരുള്ളി ലോകേ. നമ്മുടെ കർത്താവിനെ പോലെ, നമ്മുടെ ദൈവത്തെ പോലെ ആരും ഈ ഭൂമിയിലില്ല, സ്വർഗത്തിലുമില്ല. അവൻ നമ്മെ സ്നേഹിച്ചു, അവൻ നമ്മെ വഴി നടത്തി. നാം അവന് യോഗ്യമായ നന്ദി, അവൻ അതിന് യോഗ്യനാണ്. നാം അവനെ ആരാധിക്കുവാനും അവനെ മഹത്വപ്പെടുത്തുവാനും സകല ആരാധനയ്ക്കും സ്തുതിക്കും യോഗ്യനായ ആ ദൈവത്തെ നമുക്കിന്ന് പകൽക്കാലം ഒരുമിച്ച് പാടി മഹത്വപ്പെടുത്താം. അങ്ങേപ്പോലെ ദൈവമേ ആരുള്ളി ലോകേ. നമുക്ക് എല്ലാവർക്കും ചേർന്ന് പാടി ദൈവത്തെ മഹത്വപ്പെടുത്താം.
സംസാരിച്ചുകൊണ്ട് നിങ്ങളുടെ മക്കൾക്ക് അവയെ ഉപദേശിച്ച് കൊടുക്കണം. അതിന് 18-ാം വാക്യത്തിൽ അതെന്താണ്, എന്തിനെക്കുറിച്ചാണ് പറയുന്നത് എന്ന് വളരെ വ്യക്തമായിട്ട് നമുക്കവിടെ കാണുവാനായിട്ട് സാധിക്കും. എന്താണ് അവിടെ പറയുന്നത്? അവിടെ പറയുന്നത് എൻ്റെ ഈ വചനങ്ങൾ എന്ന് അതിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ എൻ്റെ ഈ വചനങ്ങൾ നമ്മളുടെ തലമുറയ്ക്ക് പകരേണ്ടത്, കൈമാറേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്വമാണ്, ചുമതലയാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ആ നിലയിൽ നമ്മുടെ യുവജനങ്ങൾക്ക് ഒരു അവബോധം ഉണ്ടാക്കുന്നതിന് വേണ്ടിയാണ് കൊട്ടാരക്കര ബ്രദറൻ കൺവെൻഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചുമതലയിൽ ഈ നിലയിൽ ഒരു യുവജനങ്ങൾക്ക് വേണ്ടി ഒരു ബോധവൽക്കരണ സെമിനാർ, അവയർനെസ് നടത്തുവാനായിട്ട് തീരുമാനമെടുക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുവാനായിട്ട് ഇടയായിട്ട് തീർന്നത്. അതിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും സ്വാഗതം ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ഉത്തരവാദിത്വം. 2-3 പേർ എൻ്റെ നാമത്തിൽ കൂടുന്നിടത്തൊക്കെയും കർത്താവിൻ്റെ വലിയവനായ ദൈവത്തിൻ്റെ സാന്നിധ്യം ഉണ്ട് എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. ദൈവത്തിൻ്റെ സാന്നിധ്യം ഉള്ളതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്നത്തെ ഈ മീറ്റിംഗ് അല്ലെങ്കിൽ ഈ അവയർനെസ്, ഈ ബോധവൽക്കരണം, ഇതിന് ക്ലാസ്സുകൾ കൈകാര്യം ചെയ്യുന്നത്, ഇതിൻ്റെ ക്ലാസ്സുകൾ നയിക്കുന്നത് സുവിശേഷകൻ ജോൺ കുര്യൻ കോട്ടയം, സുവിശേഷകൻ ജെബി പള്ളിപ്പാട് കോയമ്പത്തൂർ, സുവിശേഷകൻ ടെൻസൻ ജോസഫ് എറണാകുളം. ഈ 3 കർത്തദാസന്മാരെയും കർത്തനാമത്തിൽ ഈ അവയർനെസ് 2026 സ്വാഗതം ചെയ്യുന്നതിൽ വളരെ സന്തോഷമുണ്ട്. അവരെ ആ നിലയിൽ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അതുമാത്രമല്ല, ഇന്നിവിടെ വിവിധ ശുശ്രൂഷകൾ നിർവഹിക്കുന്ന അനേക പ്രിയപ്പെട്ടവരുണ്ട്. ആരുടെയും പേരെടുത്ത് പറയുവാനായിട്ട് ആ നിലയിൽ മുതിരുന്നില്ല. നമുക്ക് അതിനുള്ള സമയവും ഇല്ലല്ലോ. കടന്നു വന്ന സഭകളിലെ സഭാപ്രതിനിധികൾ, സുവിശേഷകന്മാർ, മൂപ്പന്മാർ, കുഞ്ഞുങ്ങൾ, സഹോദരി സഹോദരന്മാർ, എല്ലാ പ്രിയപ്പെട്ടവരെയും ഒറ്റ വാക്കിൽ കർത്തനാമത്തിൽ ഹാർദവുമായി സ്വാഗതം ചെയ്തുകൊണ്ട് നമ്മുടെ ഇന്നത്തെ യോഗം, ഇന്നത്തെ നമ്മുടെ ഈ മീറ്റിംഗ് ഈ നിലയിൽ ആരംഭിക്കുകയാണ്. 1-2 കാര്യങ്ങൾ അതിൻ്റെ ഇതിനുള്ള ബന്ധത്തിൽ പറഞ്ഞുകൊള്ളട്ടെ, ക്രമീകരണങ്ങളോടുള്ള ബന്ധത്തിൽ പറഞ്ഞുകൊള്ളട്ടെ. ഒരുപക്ഷെ നിങ്ങൾ കയറി വന്നപ്പോൾ രജിസ്ട്രേഷൻ്റെ കാര്യം കണ്ടിരിക്കും. രജിസ്ട്രേഷൻ ചെയ്യാത്ത ആരെങ്കിലും ഇവിടെ ഇരിപ്പുണ്ടെങ്കിൽ ദയവായിട്ട് ചെന്ന് പേര് പറഞ്ഞു കൊടുത്ത് രജിസ്ട്രേഷൻ നടത്തി ബാഡ്ജ് മേടിക്കേണ്ടത് വളരെ ആവശ്യമായ കാര്യമാണ് എന്നുള്ളത് പ്രത്യേകം ഓർപ്പിക്കുന്നു. അവിടെ ഒരു ബോക്സ് ഒരുപക്ഷെ നിങ്ങൾ കണ്ടിരിക്കും, ഫെയ്ത്ത് ബോക്സ് എന്ന് പറയുന്നത്. ഇതിൻ്റെ സാമ്പത്തിക ആവശ്യങ്ങൾക്ക് ആയിട്ട് കൂട്ടായ്മ കാണിക്കുവാൻ ദൈവം ആരുടെയെങ്കിലും ഹൃദയങ്ങളിൽ ആ നിലയിൽ പ്രേരണ ചെയ്യുന്നുവെങ്കിൽ തീർച്ചയായിട്ടും അതിന് ആ ബോക്സ് ഉപയോഗിക്കാവുന്നതിനാണ്. അതിനുവേണ്ടിയാണ് ബോക്സ് അവിടെ വെച്ചിരിക്കുന്നത് എന്നുള്ള കാര്യം ഞാൻ ഓർപ്പിക്കുന്നു. അതുപോലെ വെള്ളം ഇതിൻ്റെ സൈഡിൽ വെച്ചിട്ടുണ്ട്, വാട്ടർ ഡിസ്പെൻസർ വെച്ചിട്ടുണ്ട്. അതുപോലെ ചൂടുവെള്ളം ആർക്കെങ്കിലും വേണമെങ്കിൽ ഈ സൈഡിൽ അതിനുവേണ്ടിയുള്ള ക്രമീകരണങ്ങൾ ചെയ്തിട്ടുണ്ട്. ടോയ്ലറ്റ്, സൗകര്യമാർക്കുള്ള ടോയ്ലറ്റ് ഈ സൈഡിൽ ലേഡീസ് ടോയ്ലറ്റ് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. സൗകര്യമാർക്കുള്ള ടോയ്ലറ്റ് അതിൻ്റെ പുറകിൽ കൂടെ പോയാൽ അതിൻ്റെ വശത്ത്, ഇടതുവശത്ത് അതും ഉണ്ട്. ആ കാര്യവും നിങ്ങളെ പ്രത്യേകാൽ ഓർപ്പിക്കുന്നു. ഈ കാര്യങ്ങളെ ഞാനിപ്പോൾ ഈ പറഞ്ഞതിൻ്റെ കൂട്ട് നമ്മുടെ ഒരു ബോധവൽക്കരണം, പുതുതലമുറയ്ക്ക് ഒരു അവബോധം ഉണ്ടാക്കുന്നതിന് വേണ്ടി, ഒരു ബോധവൽക്കരണം ഉണ്ടാക്കുന്നതിന് വേണ്ടിയാണ് ഈ നിലയിൽ കൊട്ടാരക്കര ബ്രദറൻ കൺവെൻഷൻ കമ്മിറ്റി ഈ നിലയിൽ ഒരു അവയർനെസ് 2026 എന്ന നിലയിൽ ഒരു മീറ്റിംഗ് ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത്. ആദ്യമായിട്ട് ഇതിൻ്റെ ഫസ്റ്റ് സെഷൻ നയിക്കുന്നത് സുവിശേഷകൻ ടെൻസൻ ജോസഫാണ്. അദ്ദേഹം എറണാകുളം നോർത്ത് അസംബ്ലിയിലെ സുവിശേഷകനായിട്ട് കർത്തൃവേലയിൽ ആയിരിക്കുന്നു. അനേക വർഷങ്ങൾ ദൈവനാമോഹത്തിനായിട്ട് പല നിലകളിൽ പ്രയോജനപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കർത്തദാസനാണ്. ഇന്നത്തെ നമ്മുടെ തലമുറയുടെ പോക്ക് ഏത് രീതിയിലാണ്, എങ്ങനെയാണ് എന്നുള്ളതിൻ്റെ നേർക്കാഴ്ച നമ്മൾക്ക് അടുത്ത 45 മിനിറ്റ് ഈ പ്രിയ സഹോദരനിൽ നിന്ന് കേൾക്കാവുന്നതാണ്. പുതുതലമുറയ്ക്ക് എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളതിൻ്റെ ഒരു വിശദീകരണം, അതിൻ്റെ ഒരു നേർക്കാഴ്ച നമുക്ക് അടുത്ത 45 മിനിറ്റിൽ നമുക്ക് കേൾക്കാവുന്നതാണ്. അതിനായിട്ട് ബ്രദർ ടെൻസൻ ജോസഫിനെ ക്ഷണിച്ചുകൊള്ളുന്നു. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. പ്രാരംഭമായിട്ട് ഇങ്ങനെ ഒരു ഉദ്യമം സംഘടിപ്പിച്ച കൊട്ടാരക്കര കൺവെൻഷൻ കമ്മിറ്റിയോടുള്ള ഹൃദയംഗമായ നന്ദി അറിയിക്കുകയാണ്. ഒരുപക്ഷെ നമ്മുടെ വിശ്വാസ സമൂഹത്തിലെ ആദ്യത്തെ
ഒരു ഉദ്യമമായിരിക്കും ഇത്. കാരണം ഇതിനു മുൻപ് ഇതുപോലെയുള്ള ഒരു അവയർനെസ് പ്രോഗ്രാം ഇങ്ങനെ ഒരു പേരിൽ നമ്മുടെ ഒന്നും ഓർമ്മയിൽ ഇല്ല. 1980 ഞാൻ രക്ഷിക്കപ്പെടുന്നത്. അന്ന് കാലം തൊട്ട് ഇതുവരെയും ഈ ഒരു പേരിൽ ഒരു ഏകദിന സമ്മേളനം എന്നുള്ളത് ഞാൻ കേട്ടിട്ടില്ല. അപ്പോൾ ഞാൻ ചിന്തിക്കുകയാണ്, ഇങ്ങനെയൊരു പേര് ആദ്യമായിട്ട് കേൾക്കുന്നത്. അതുകൊണ്ട് എൻ്റെ അറിവില്ലായ്മയാണോ നിങ്ങളിത് കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഏതായാലും വളരെ അർത്ഥവത്തായ ഒരു ക്യാപ്ഷൻ ഇതിൻ്റെ താഴെ ചേർത്തിട്ടുണ്ട്. ബ്രിഡ്ജിങ് ദ ഗ്യാപ്പ് ബിറ്റ്വീൻ ജനറേഷൻസ്. തലമുറകൾ തമ്മിലുള്ള വിടവ് നികത്തൽ, അതാണ് അതിൻ്റെ ആശയം. അപ്പോൾ പ്രാരംഭത്തിൽ നമ്മൾ കേട്ടതുപോലെ യുവജനങ്ങളെ ചില കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തുക എന്നുള്ളൊരു ആശയം മാത്രമല്ല ഇതിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഈ ക്യാപ്ഷനിൽ നാം ശ്രദ്ധിച്ചു വായിച്ചാൽ ഒരു കാര്യം മനസ്സിലാകും. യുവജനങ്ങളെ പോലെ തന്നെ മുതിർന്നവരും മനസ്സിലാക്കിയിരിക്കേണ്ടുന്ന അതിപ്രധാനമായ ചില കാര്യങ്ങളാണ് ഇവിടെ പറയാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന മുതിർന്ന ആളുകൾ, ഇതൊരു യൂത്ത് പ്രോഗ്രാമാണ്, അല്ലെങ്കിൽ യുവജനങ്ങളുടെ ഒരു പ്രോഗ്രാമാണ്. അവർക്കൊരു കൂട്ടായിട്ട് ഞങ്ങൾ വന്നിരിക്കുകയാണെന്ന് ചിന്തിക്കേണ്ട. നിങ്ങളെല്ലാവരും ഇവിടെ ഇരിക്കുന്ന ഏറ്റവും മുതിർന്ന ആൾ മുതൽ ഇവിടെ ഇരിക്കുന്ന കൊച്ചുകുട്ടികൾ വരെയും ശ്രദ്ധിക്കേണ്ടുന്ന, മനസ്സിലാക്കേണ്ടുന്ന കാര്യങ്ങളാണ് ഇന്നത്തെ പകൽ മുഴുവനും നമ്മൾ കേൾക്കാനായിട്ട് പോകുന്നത്. അതുകൊണ്ട് ആ നിലയിൽ നിങ്ങളുടെ ശ്രദ്ധ ചോദിക്കുകയാണ്. നിങ്ങളെല്ലാവരും ശ്രദ്ധിച്ചിരിക്കണം. ഇത് ഒരു പുതിയ കാര്യമായിട്ട് ഞാൻ പറഞ്ഞു, ഇത് ആദ്യത്തെ ഒരു സംരംഭമായിരിക്കും എന്ന് പറഞ്ഞു. അത് നമ്മുടെ ചരിത്രത്തിലാണ്, നമ്മുടെ ഈ കേരളത്തിലെ വിശ്വാസ സമൂഹത്തെ സംബന്ധിച്ചാണ്. പക്ഷേ വിശുദ്ധ വേദപുസ്തകം പരിശോധിച്ചാൽ ഇതേപോലുള്ള കാര്യങ്ങൾ ചെയ്യണമെന്ന് വളരെ വ്യക്തമായിട്ട് വിശുദ്ധ വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. നമുക്ക് ഒരു വേദഭാഗം വായിക്കാം. ഞാനിവിടെ ഡിസ്പ്ലേ ചെയ്യുന്നുണ്ട്. ചിലപ്പോൾ ഞാനത് വിട്ടുപോയാൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാകും എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. ഞാൻ രണ്ടും കൂടെ ചെയ്തു പോകുമ്പോൾ നിങ്ങൾക്ക് അതിനു വേണ്ടി ശ്രദ്ധിക്കാം. ഇവിടെ ഒരു വേദഭാഗം ഇവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിതാണ് എഫെസ്യ ലേഖനം 2-ാം അധ്യായം 2-ാമത്തെ വാക്യം. നമുക്കതൊന്ന് വായിക്കാം. എഫെസ്യ ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 2-ാമത്തെ വാക്യം. അവയിൽ നിങ്ങൾ മുൻപേ ഈ ലോകത്തിന്റെ കാലഗതിയെയും ആകാശത്തിലെ അധികാരത്തിനും അനുസരണക്കേടിന്റെ മക്കളിൽ ഇപ്പോൾ വ്യാപരിക്കുന്ന ആത്മാവിനും അധിപതിയായവനെയും അനുസരിച്ച് നടന്നു. ഓക്കെ, ഈ ഭാഗം നമുക്ക് എല്ലാവർക്കും അറിയാം. നാം നമ്മുടെ മുൻ ചരിത്രത്തെക്കുറിച്ച് ഇവിടെ പറഞ്ഞ് പോവുകയാണ് അപ്പോസ്തലനായ പൗലോസ്. അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായ നിങ്ങളെയും ഉയർപ്പിച്ചു. അവയിൽ നിങ്ങൾ മുൻപ് ഈ ലോകത്തിൻ്റെ കാലഗതിയെയും, ഞാൻ ഒറ്റൊരു വാക്ക് ആണ് പ്രധാനമായിട്ടും പറയുന്നത്. നമ്മൾ എവിടെയാണ് തെറ്റിയിരിക്കുന്നത് എന്ന് പറയുമ്പോൾ ഒരു കാലഘട്ടത്തെക്കുറിച്ച് പറയുക. ഏത് കാലഘട്ടത്തിലാണ് പറയുന്നത്? ഇത് പൗലോസിൻ്റെ ആരംഭ കാലഘട്ടങ്ങളിൽ, സഭയുടെ പ്രാരംഭ കാലഘട്ടങ്ങളിൽ പറയുകയാണ്. അങ്ങനെ ഒരു കാലഗതിയെ നാം അനുസരിച്ച് നടന്നു എന്ന് പറഞ്ഞാൽ, നാം ഇപ്പോഴത്തെ നമ്മുടെ സ്ഥിതിയിൽ നിന്ന് നമുക്കൊന്ന് ചിന്തിക്കാം. നമ്മളും ഒരു കാലഘട്ടത്തിൽ ജീവിക്കുകയാണ്. അപ്പോൾ ഒരു കാലഗതിയുണ്ട്. ലോകം ഒരു വശത്തോട്ട് ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ലോകം സഞ്ചരിക്കുന്നതിനോട് ചേർന്ന് നടന്നാൽ ഇവിടെ മുകളിൽ പറഞ്ഞിരിക്കുന്ന അതേ അർത്ഥത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്ന നിങ്ങളെയും അവൻ ഉയർപ്പിച്ചു എന്ന് പറഞ്ഞിട്ട്, അവയിൽ നിങ്ങൾ മുൻപ് ഈ ലോകത്തിന്റെ കാലഗതിയെയും ആകാശത്തിലെ അധികാരത്തിനും അനുസരണക്കേടിന്റെ മക്കളിൽ ഇപ്പോൾ വ്യാപരിക്കുന്ന ആത്മാവിനും അധിപതിയായവനെയും അനുസരിച്ച് നടന്നു എന്ന് പറഞ്ഞാൽ ഒറ്റൊരാശയം ഇതിൽ നിന്ന് നമുക്ക് വെളിവാക്കാനായിട്ട് സാധിക്കുന്നത്, ലോക കാലഗതികളിൽ നാം നടക്കാനായിട്ട് പാടില്ല.
ലോകത്തിൻ്റെ കാലഗതിയിൽ നാം നടന്നാൽ നാം പാപത്തിലാണ് നടക്കുന്നത്. അത് വളരെ വ്യക്തമായിട്ട് പറയുകയാണ്. പൗലോസിൻ്റെ സഭയുടെ ആരംഭ കാലഘട്ടത്തിൽ പൗലോസ് അത് പറഞ്ഞു. ഇന്നും അത് ആപ്ലിക്കബിളാണ്. കാലഗതിക്കനുസരിച്ചല്ല നാം നടക്കേണ്ടത്. കാലഗതിയെ നാം തിരിച്ചറിയണം. അതിനും വേദപുസ്തകത്തിൽ ഒരു വാക്യമുണ്ട്, ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. അത് ഫിലിപ്പി ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 1-ാം അധ്യായം 10-ാം വാക്യം നമുക്കൊന്ന് വായിക്കാം. ഫിലിപ്പി ലേഖനം 1:10. സകല വിവേകത്തിലും വർദ്ധിച്ചു വന്നിട്ട് നിങ്ങൾ ഭേദാഭേദങ്ങളെ വിവേചിപ്പാറാകണം എന്നും ക്രിസ്തുവിൻ്റെ നാളിലേക്ക് നിർമ്മലന്മാരും ഇടർച്ചയില്ലാത്തവരും ദൈവത്തിൻ്റെ മഹത്വത്തിനും പുകഴ്ചയ്ക്കുമായിട്ട് യേശു ക്രിസ്തുവിനാൽ നീതിഫലം നിറഞ്ഞവരുമായി തീരണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അവിടെ പറയുന്ന ഒരു കാര്യം നാം ശ്രദ്ധിക്കണം. നിങ്ങളുടെ സ്നേഹം മേൽക്കുമേൽ പരിജ്ഞാനത്തിലും സകല വിവേകത്തിലും വർദ്ധിച്ചു വന്നിട്ട് നിങ്ങൾ ഭേദാഭേദങ്ങളെ വിവേചിപ്പാറാകണം. ഞാൻ ഒത്തിരി വിശദീകരിക്കേണ്ട ആവശ്യമില്ല. അവിടെ പറയുന്നത് നാം പരിജ്ഞാനത്തിൽ വിവേകത്തോടുകൂടെ ലോകത്ത് സംഭവിച്ചു കൊണ്ടിരിക്കുന്നതിനെക്കുറിച്ച്, ലോകത്തുള്ള വ്യത്യാസങ്ങളെക്കുറിച്ച്, വ്യതിയാനങ്ങളെക്കുറിച്ച് വിവേചിക്കാൻ കഴിവുള്ളവരായിട്ട് നിലനിൽക്കണം. അതാണ് അതിൻ്റെ ആശയം. അപ്പോൾ ഈ അവയർനെസ് പ്രോഗ്രാം എന്ന് പറയുന്നത് ഇവിടെ നമ്മൾ ആദ്യമായിട്ട് നടത്തുക. പക്ഷേ പൗലോസിൻ്റെ കാലത്ത് തന്നെ പൗലോസ് ഓരോ വിശ്വാസികളോടും സഭാ സമൂഹത്തോടും നിങ്ങൾ കാലഗതികളെ അതിനോട് ചേർന്ന് നടക്കാതെ അതിനെ ശരിയായി വിവേചിച്ച് ദൈവസ്നേഹത്തിൽ നിങ്ങൾ നിലനിൽക്കണം. അതാണ് ആശയം. എന്ന് പറഞ്ഞാൽ നമുക്കെപ്പോഴും ഒരു അവബോധം കാലഘട്ടത്തെക്കുറിച്ച് ഉണ്ടായിരിക്കണം. അതാണ് ഇന്ന് നമ്മളിവിടെ ചെയ്യാനായിട്ട് പോകുന്നത്. ഞാൻ പ്രാരംഭമായിട്ട് ദൈവവചനത്തിൻ്റെ കാര്യം ഓർപ്പിച്ചതേ ഉള്ളൂ. നാം ഏത് ചെയ്താലും അത് ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ചെയ്യേണ്ടത്. അതുകൊണ്ട് ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ ഇന്ന് ലോകത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളാണ്. പക്ഷേ അതിനൊരു അടിസ്ഥാനം വിശുദ്ധ വേദപുസ്തകത്തിൽ നിന്നുള്ളതായതുകൊണ്ടാണ് ഞാൻ ആ കാര്യം നിങ്ങളോട് പറഞ്ഞത്. നമുക്കറിയാം, ജനം എന്ന് മാനവജാതി എന്ന് പറയുമ്പോൾ അനേക തലമുറകൾ കഴിഞ്ഞുപോയി. നമുക്കൊന്നും ചിന്തിക്കാൻ കഴിയാത്ത കാലഘട്ടങ്ങളിലൂടെ, സാഹചര്യങ്ങളിലൂടെ കടന്നുപോയ അനേക മനുഷ്യർ ലോകത്തുണ്ടായിട്ടുണ്ട്. കോടാനുകോടി ആളുകൾ. മനുഷ്യൻ്റെ ഉൽപ്പത്തി മുതൽ നോക്കിയാൽ അതിൻ്റെ എണ്ണം എടുക്കാനൊന്നും നമുക്ക് സാധിക്കുകയില്ല. കടലിലെ മണൽത്തരി പോലെ എന്നൊക്കെ പറയുന്ന പ്രയോഗങ്ങൾ എബ്രഹാമിനോട് ബന്ധപ്പെട്ട് തൻ്റെ മക്കളെക്കുറിച്ച് അല്ലെങ്കിൽ തൻ്റെ തലമുറയെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട്. അതിനേക്കാൾ അധികം ആളുകൾ ഈ ലോകത്തിൽ ജനിച്ച് ജീവിച്ച് മൺമറഞ്ഞു പോയിട്ടുണ്ട്. എന്നാൽ മനുഷ്യൻ്റെ സാങ്കേതിക വിദ്യയും മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെയും സാഹചര്യങ്ങളെയും വിലയിരുത്തി ഏതെല്ലാം നിലയിൽ ഈ മനുഷ്യർ എങ്ങനെ ജീവിക്കുന്നു എന്ന് മനുഷ്യൻ ചിന്തിച്ചു തുടങ്ങിയത് ഈ അടുത്ത കാലത്താണ്. അപ്പോൾ അങ്ങനെ ചിന്തിച്ചപ്പോൾ ഒരു റിസർച്ച് അതിനെക്കുറിച്ച് നടക്കാനായിട്ടിടയായി തീർന്നു. പല ഓർഗനൈസേഷനും മനുഷ്യൻ്റെ മാനവരാശിയുടെ ജനറേഷൻ്റെ വ്യത്യസ്തതകൾ എന്തൊക്കെയാണെന്നുള്ള പഠനങ്ങൾ നടത്തിയിട്ടുണ്ട്. അതിൽ പ്യൂ റിസർച്ച് സെൻറ്റർ US തിങ്ക് ടാങ്ക് എന്ന് പറയുന്ന ഒരു ഓർഗനൈസേഷൻ അവർ ജനറേഷനെ ഒന്ന് വേർതിരിച്ച് പഠിക്കാനായിട്ട് ഇടയായി തീർന്നു. അത് മറ്റു പല ആവശ്യങ്ങൾക്ക് വേണ്ടി മനുഷ്യൻ്റെ ജീവിത സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തുവാനായിട്ടുള്ള ഒരു സ്റ്റഡിയാണ്. അതിനെ പല നിലകളിൽ അവർ വ്യാഖ്യാനിക്കുകയും അതിനെ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. അതിൽ ഏറ്റവും ആദ്യത്തെ ഒരു ജനറേഷനായിട്ട് എന്ന് പറഞ്ഞാൽ നാമുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നത്, അല്ലെങ്കിൽ ഈ തലമുറ ആയിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ജനറേഷനിൽ നിന്നാണ് അത് ആരംഭിക്കുന്നത്. അത് ആരംഭിക്കുന്നത് സൈലന്റ് ജനറേഷൻ എന്നുള്ള പേരിൽ 1928 മുതൽ 1945 വരെ ജീവിച്ച ഒരു ജനറേഷനെയാണ് ഈ സൈലന്റ് ജനറേഷൻ എന്ന് വിളിക്കുന്നത്. അതിനുശേഷം ഉള്ള ജനറേഷൻ എന്ന് പറയുന്നത് ബേബി ബൂമേഴ്സ്. 1946 മുതൽ 1964 വരെയുള്ള ബേബി ബൂമേഴ്സ്. അടുത്തത് ജനറേഷൻ ജെൻ എക്സ് എന്ന് പറയും. അത് 1965 മുതൽ 1980 വരെയുള്ള ഒരു ജനറേഷനാണ്. അടുത്തതാണ് മില്ലേനിയസ്
അത് 1981 മുതൽ 1996 വരെയുള്ള ജനറേഷനാണ്. അടുത്തത് ജനറേഷൻ ഇസഡ്, ജെൻസി എന്ന് പറയും. ഒരു പക്ഷേ ഈ വാക്കുകൾ നിങ്ങൾ കേട്ട് കാണുമായിരിക്കും, ജെൻസി. എൻ്റെ വിശദാംശങ്ങൾ ഞാൻ പറയാം. അത് 1997 മുതൽ 2012 വരെയുള്ള ജനറേഷനാണ്. അടുത്തത് ജനറേഷൻ ആൽഫ, 2013 മുതൽ 2025 വരെയുള്ള, അതായത് കഴിഞ്ഞ വർഷം വരെയുള്ള ജനറേഷനെയാണ് ജനറേഷൻ ആൽഫ. ഇവിടെ ഇരിക്കുന്ന മുമ്പിലിരിക്കുന്ന കുട്ടികൾക്ക് എല്ലാവർക്കും അറിയാം, ഞാൻ ഈ പറയുന്ന ഇൻഫർമേഷനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ ഈ തലമുറയ്ക്ക് അറിയാം. അപ്പോൾ നമ്മൾ പഴയ ആളുകൾക്കാണ് ഇങ്ങനെ ഒരു കാറ്റഗറി നമ്മുടെ ജനസമൂഹത്തിൽ അല്ലെങ്കിൽ മനുഷ്യരാശിയിലുണ്ട് എന്ന് നിങ്ങളൊരു പക്ഷേ കേൾക്കുന്നത്. അപ്പോൾ സൈലന്റ് ജനറേഷൻ, ബേബി ബൂമേഴ്സ്, ജനറേഷൻ എക്സ്, മില്ലേനിയേഴ്സ്, ജനറേഷൻ ഇസഡ്, സി, ജെൻസി, അതുപോലെ ജനറേഷൻ ആൽഫ. അപ്പോൾ ഇങ്ങനെ ഒരു തലമുറകളെ ഡിഫൈൻ ചെയ്ത് മാറ്റിയിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് എന്നുള്ളത് ഞാൻ പുറകെ പറയാം. ഈ ജനറേഷൻ സൈലന്റ് ജനറേഷൻ എന്ന് പറയുന്നത് അവർ ജീവിച്ചിരുന്ന കാലം എന്ന് പറയുന്നത് വളരെ കഷ്ടതയും പ്രയാസങ്ങളുമുള്ള കാലഘട്ടം. നോക്കിയാൽ തന്നെ നമുക്കറിയാം, ഇത്രയത്ര പുരോഗതിയൊന്നുമില്ല. ലോകത്താകമാനം മനുഷ്യരൊക്കെ വളരെയധികം കഷ്ടതയും പ്രയാസവുമൊക്കെ അവർ അനുഭവിച്ചു പോയവരായതുകൊണ്ട് ഈ മഹായുദ്ധങ്ങൾ നടന്നിട്ടുണ്ട്. അതിൻ്റെയൊക്കെ മാന്യവും ആ കാലത്ത് ഉണ്ടായിരുന്ന പ്രയാസങ്ങളും പ്രശ്ന കാലഘട്ടങ്ങളിലും വളർന്നതിനാലും ഇവർ വളരെ ശ്രദ്ധ ഉള്ളവരും യഥാസ്ഥിതികരും വളരെ കുറച്ച് സംസാരിക്കുന്നവരുമായി തീർന്നതുകൊണ്ടാണ് അവരെ സൈലന്റ് ജനറേഷൻ എന്ന് പറഞ്ഞത്. അങ്ങനെയുള്ളവരെ കുറിച്ചുള്ള ഒരു സ്റ്റഡിയുടെ അടിസ്ഥാനത്തിലാണ് അവരെ ഇങ്ങനെ പറയുന്നത്. മാത്രമല്ല, ഈ വൈദ്യുതി ഇല്ലാത്ത കാലം, ആ കാലഘട്ടങ്ങളിൽ വൈദ്യുതിയൊന്നും അത്ര കണ്ടുപിടിച്ച് വരുന്നതേ ഉള്ളൂ. അതുകൊണ്ട് വൈദ്യുതി ഇല്ലാത്ത ഒരു കാലഘട്ടം മുതൽ ചന്ദ്രനിൽ മനുഷ്യൻ കാലുകുത്തുന്ന ആ സംഭവം വരെ അവർ അറിഞ്ഞിട്ടുണ്ട്. ആ ഒരു കാലഘട്ടത്തിൽ ജീവിച്ചവരാണ്. അതുകൊണ്ട് ഇവർ വളരെ പ്രായോഗികരും അതുപോലെ വളരെ സഹനശക്തിയുള്ളവരും സ്വകാര്യത ഇഷ്ടപ്പെടുന്നവരുമാണ്. കാരണം കഷ്ടതയും പ്രയാസവും ഒക്കെ കണ്ടു, ജീവിതത്തിൻ്റെ വളരെ ശക്തമായ നിലയിൽ ദാരിദ്ര്യം അനുഭവിച്ചു. അതുകൊണ്ട് വളരെ സഹന ശേഷിയുള്ളവരായിട്ട് അവർ ജീവിച്ചു എന്നാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അടുത്തത് ബേബി ബൂമേഴ്സ് എന്ന് പറയുന്ന ഗ്രൂപ്പാണ്. ഇത് 1946 തൊട്ട് 1964 വരെയുള്ള ഒരു ഗ്രൂപ്പാണ്. ഇവർ രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം സൈനികർ ഭവനങ്ങളിലേക്ക് വന്നു. അന്ന് അറിയാം, പലരും നിർബന്ധിത സൈന്യ സേവനത്തിൽ ഏർപ്പെട്ടവരാണ്. ഭാര്യമാര് മക്കളുമൊക്കെ വീട്ടിലും ഭർത്താക്കന്മാർ മുഴുവനും യുദ്ധത്തിനും ഒക്കെ ആയിട്ട് അവർ പോകുമായിരുന്നു. അപ്പോൾ യുദ്ധം കഴിഞ്ഞ് തിരിച്ചു വന്നു കഴിഞ്ഞപ്പോൾ വലിയൊരു ജനപ്പെരുപ്പമുണ്ടായി. വലിയൊരു ഭൂമി, നമ്മൾ സാറ് പറയും ഭൂമിങ് എന്ന് പറയും. എന്ന് പറഞ്ഞാൽ ജനം വർദ്ധിക്കാനായിട്ട് തുടങ്ങി ഈ രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം. അതുകൊണ്ട് ആ കാലഘട്ടത്തിൽ ജനിച്ചവരെയാണ് ബൂമേഴ്സ്. ബൂമിങ് നടന്നതുകൊണ്ട്, ജനന നിരക്കിൽ വളരെ വലിയ ബൂമിങ് നടന്നുകൊണ്ട് ബൂമേഴ്സ് എന്ന് അവരെ വിളിക്കാനായിട്ട് ഇടയായി തീർന്നു. മാത്രമല്ല, ഇവർ വലിയ ജനസംഖ്യ കൂടുതലുള്ള ഒരു നിലയിലായിരുന്നു അവർ. എങ്കിലും അവർ വളരെയധികം ജോലി ചെയ്യുന്നവരും അതുപോലെ വളരെ ബിസിനസ് ചെയ്യുന്നതിലും അതിലൊക്കെ വളരെ സ്വാധീനം ചെലുത്തിയ ഒരു ഗ്രൂപ്പായിരുന്നു. മാത്രമല്ല, ഈ സാങ്കേതിക വിദ്യ അതിൻ്റെ പരമ്പരാഗത മാധ്യമങ്ങളുമായി ബന്ധപ്പെട്ടവരായി കരുതുന്നുവെങ്കിലും ഈ ഫേസ്ബുക്ക് പോലുള്ള സോഷ്യൽ മീഡിയയും സ്മാർട്ട് ഫോണുകളും സജീവമായി ഉപയോഗിക്കുന്നവരാണ് ഇവർ. എന്ന് പറഞ്ഞാൽ ആ കാലഘട്ടത്തിലല്ല, ഇപ്പോൾ നമ്മുടെ ഏജ് നോക്കിയാൽ അറിയാം, 64 വരെ, അതായത് 2046 ജനിച്ച ആൾക്കാരെ കുറിച്ചല്ല, ആ കാലഘട്ടത്തിൻ്റെ അവസാന കാലഘട്ടങ്ങളിൽ ജനിച്ച ആളുകളിൽ പലരും ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയയൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. എല്ലാ അർത്ഥത്തിലും അതിൻ്റെ കാര്യങ്ങൾ അറിയാൻ പാടില്ലെങ്കിൽ പോലും അതെല്ലാം കൈകാര്യം ചെയ്യുന്നവരായിട്ട് അവർ മാറി. എന്ന് പറഞ്ഞാൽ അതിൻ്റെ നമ്മുടെ സാങ്കേതിക വിദ്യയുടെ പടിവാതിക്കൽ വന്ന് ഇതിൻ്റെ ജനറേഷൻ അവസാനിച്ചു എന്നാണ് അതിൻ്റെ ആശയം. മാത്രമല്ല, സാംസ്കാരികമായ പശ്ചാത്തലം നാം നോക്കിയാൽ 1960-70 കാലഘട്ടങ്ങളിൽ ഇവർ യുവാക്കളായിരുന്നപ്പോൾ ആണ് പ്രാരംഭ ബഹിരാകാശ അന്വേഷണങ്ങൾ തുടങ്ങിയതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്.
അപ്പോൾ അവർ അങ്ങനെ പുതിയ, അതായത് ടെക്നോളജിയുടെ ആരംഭത്തിൽ തന്നെ ആ തലമുറ വന്ന് കുറച്ച് കാണാൻ, അല്ലെങ്കിൽ അതിൻ്റെ അവസാന കാലഘട്ടങ്ങളിൽ അവർക്ക് അത് കാണാനായിട്ട് സാധിച്ചു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അടുത്തത് ജെൻ എക്സ് എന്ന് പറയുന്ന ഇതാണ്. അവരുടെ സവിശേഷത എന്ന് പറഞ്ഞാൽ സ്വാതന്ത്ര്യം, സ്വയം പരിഹാരങ്ങൾ കണ്ടെത്തുന്നതിൽ വളരെ പരിചിതരായിരുന്നു ഇവർ, ഈ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ മനുഷ്യൻ്റെ ജനറേഷനിൽ വരുന്ന സ്വാഭാവികമായ മാറ്റങ്ങളെക്കുറിച്ചാണ് നമുക്ക് ഈ സ്റ്റഡി കൊണ്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ അവർ സ്വയം പരിഹാര മാർഗങ്ങൾ കണ്ടെത്തുന്നതിൽ പരിചയിച്ചു എന്ന് പറഞ്ഞാൽ മറ്റുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്യുന്നതിൽ നിന്ന് സ്വതന്ത്രമായിട്ട് ചിന്തിക്കാനും പരിഹാര മാർഗങ്ങൾ കണ്ടെത്താനുമുള്ള ഒരു നിലയിൽ അവരുടെ എഫിഷ്യൻസി വളർന്നു വരുന്നു എന്നുള്ളത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. മാത്രമല്ല ഈ കമ്പ്യൂട്ടറിൻ്റെ ആരംഭ കാലഘട്ടം എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടറൊക്കെ കണ്ടുപിടിച്ച് വരുന്ന ആരംഭ കാലഘട്ടത്തിൽ ഈ ജനറേഷൻ്റെ അവസാന ആളുകളുണ്ടായിരുന്നു എന്നുള്ളത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. മാത്രമല്ല വെല്ലുവിളികൾ ഉയർന്ന സാഹചര്യങ്ങളിൽ ഉയർന്ന സഹിഷ്ണുത പുലർത്തുന്ന ഒരു ഗ്രൂപ്പായിരുന്നു ഇവർ എന്നുള്ളത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇത് ഞാൻ ഓടിച്ച് പറഞ്ഞു പോവുകയാണ്, കാരണം നമ്മെ ബാധിക്കുന്ന അടുത്ത ജനറേഷൻസാണ്. അതുകൊണ്ടാണ് ആ കാര്യങ്ങൾ വളരെ ഓടിച്ചോടിച്ച് ഞാൻ പറഞ്ഞത്. അടുത്തതാണ് മില്ലിനിയേഴ്സ് എന്ന് പറയുന്ന ഗ്രൂപ്പ്. 1981 ഇപ്പോൾ വളരെ സജീവമായിട്ട് ഈ കൂട്ടത്തിൽ ഉള്ള ഒരു ഗ്രൂപ്പ് തന്നെയാണ്. ഈ 81 മുതൽ 96 വരെ ജനിച്ച ആ ഗ്രൂപ്പിനെയാണ് മില്ലിനിയേഴ്സ് എന്ന് പറയുന്നത്. പ്രധാന സവിശേഷതകളും സ്വഭാവ ഗുണങ്ങളും, ഇവർ ഡിജിറ്റൽ നിവാസികളാണ്. മാത്രമല്ല ഇൻ്റർനെറ്റ്, കമ്പ്യൂട്ടർ, സോഷ്യൽ മീഡിയ ഇവ വേഗത്തിൽ വികസിച്ച കാലത്ത് വളർന്ന ഒരു ഗ്രൂപ്പാണ് ഈ വരുന്ന ഗ്രൂപ്പ്. ഞാനൊക്കെ അതിൽ പെടുന്നതാണ്, അതിന് മുമ്പുള്ള ഗ്രൂപ്പിൽ പെടുന്നതാണ്. എൻ്റെ പകുതിയിലെപ്പോഴും ഞാനൊക്കെ വന്നത്. ഇപ്പോൾ അതിൻ്റെ ആ ഗ്രൂപ്പിൽ പൂർണ്ണകാലം നിന്ന ഒരു വ്യക്തി കൂടിയാണ് ഞാൻ. മാത്രമല്ല ഈ വളരെ നല്ല ആരോഗ്യപരമായ ഭക്ഷണം, വ്യായാമം, മാനസികാരോഗ്യം എന്നിവയിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തിയ ഒരു ഗ്രൂപ്പായിട്ടത് മാറി എന്ന് പറഞ്ഞാൽ നേരത്തെ ഉണ്ടായിരുന്ന ആളുകൾക്ക് വ്യായാമം ചെയ്യാനോ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും സമയം മാറ്റിവെക്കില്ലായിരുന്നു. പക്ഷേ ഈ തലമുറയായപ്പോൾ അവർ വ്യായാമത്തിന് സമയം മാറ്റിവെച്ചു, ഭക്ഷണക്രമങ്ങൾ നല്ലതാക്കി. പണ്ട് ഉണ്ടായിരുന്ന ആളുകൾ കാച്ചിലും കപ്പയും കഴിച്ചപ്പോൾ ഇവർ കുറച്ചുകൂടെ ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ ശ്രദ്ധിക്കാനും ആരോഗ്യം സംരക്ഷിക്കാനായി തുടങ്ങിയ ഒരു തലമുറയാണ്. സാമൂഹികമായ കാഴ്ചപ്പാട് മുൻ തലമുറകളെ അപേക്ഷിച്ച് കൂടുതൽ തുറന്ന മനസ്സുള്ളവരും പുരോഗമനപരവുമായ സാമൂഹികമായി സ്വതന്ത്രമായും കാണപ്പെടുന്നവരായിട്ട് അവർ മാറി. വളരെ മറ്റുള്ളവരെ തുറന്ന് കാണാൻ, മനസ്സിലാക്കാൻ, ശ്രദ്ധിക്കാൻ എന്ന് പറഞ്ഞാൽ സമൂഹത്തോട് അന്യോന്യമുള്ള ബാധ്യത അല്ലെങ്കിൽ കടപ്പാട് നിർവഹിക്കുന്നതിൽ ഈ മില്ലിനിയേഴ്സ് വളരെ ശ്രദ്ധിച്ചു എന്നാണ് പഠനങ്ങൾ തെളിയിക്കുന്നത്. സാമ്പത്തികമായ സ്വാധീനം, തൊഴിൽ ജീവിതത്തിൽ തുടക്കത്തിൽ തന്നെ വലിയ സാമ്പത്തിക മാന്ദ്യം അവർക്കുണ്ടായി. ലോകത്തുണ്ടായ ഒരു വലിയ മാന്ദ്യത്തെക്കുറിച്ചാണ് നമുക്ക് കാണാനായിട്ട് കാണുന്നത്. കടബാധ്യതകളും വ്യത്യസ്തമായ സാമ്പത്തിക ശീലങ്ങളും രൂപപ്പെട്ടു. ആ മാന്ദ്യത്തിനോട് ബന്ധപ്പെട്ട് കടമുണ്ടായി. പക്ഷേ അതിനെ കടത്തെ അഭിമുഖീകരിക്കാനും, എന്നാൽ അത് കടത്തെ ജീവിതത്തിൻ്റെ ഒരു സന്തത സഹചാരിയായി മാറ്റാനും ഇടയായി തീർന്നു. നമുക്കറിയാം ഇന്ന് ലോൺ ഇല്ലാത്ത ആരുമില്ല. മിക്കവാറും എല്ലാവരും എന്തെങ്കിലും തരത്തിൽ ലോൺ എടുക്കും. ലോൺ ഇഷ്ടം പോലെ അവൈലബിൾ ആണ്. കാർ വാങ്ങിക്കാൻ, വീട് വാങ്ങിക്കാൻ, മക്കളെ പഠിപ്പിക്കാൻ ഇത്രയും ലോണൊക്കെ വേണം. ഇത് ആരംഭ കാലഘട്ടങ്ങളിൽ ഉണ്ടായില്ല. പക്ഷേ ഈ കാലഘട്ടത്തിൽ, ഈ മില്ലിനിയേഴ്സിൻ്റെ കാലഘട്ടത്തിലാണ് ഈ കടം എടുക്കുക, ജോലി ചെയ്യുക എന്നുള്ള നിലയിലേക്ക് വരുവാനായിട്ട് ഇത് ഇടയായത്. ലോകത്തിലെ മുഴുവൻ കണക്കാണ്. ആ നിലയിൽ അങ്ങനെ കാണാനായിട്ട് നമുക്ക് സാധിക്കും. അടുത്തത് ജെൻസി. നമ്മൾ ഇവിടെ നിന്നാണ് നാം കൂടുതൽ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. വലിയ വ്യത്യാസങ്ങൾ ലോകത്തിന് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് ഈ ജെൻസി എന്ന് പറയുന്നത്. ഈ ജെൻസി എന്ന് പറയുമ്പോൾ നിങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ച് കാണും, വളരെ എഫിഷ്യൻ്റായിട്ടുള്ള ഒരു തലമുറയാണ് ജെൻസി. 1997 മുതൽ 2012 വരെയുള്ള ആളുകളാണ് ഈ ജെൻസി ഗ്രൂപ്പ് എന്ന് പറയുന്നത്. പ്രധാന സവിശേഷതകളും അവരുടെ സ്വഭാവ ഗുണങ്ങളും ഒന്ന് നോക്കാം. അവർ ഡിജിറ്റൽ നിവാസികളാണ്. അല്ലെങ്കിൽ അവരെ നമ്മൾ സാധാരണ സൂമേഴ്സ് അല്ലെങ്കിൽ ഫസ്റ്റ് ജനറേഷൻ എന്നുള്ള പേരിൽ അവരറിയപ്പെടുന്നുണ്ട്. മാത്രമല്ല സോഷ്യൽ മീഡിയ, സ്മാർട്ട് ഫോണുകൾ, സ്ഥിരമായ ഇൻ്റർനെറ്റ് ബന്ധം എന്നിവയോടൊപ്പം ഇവർ വളർന്നു. അവർ വളരുമ്പോൾ തന്നെ അവർക്ക് സാങ്കേതികമായ എല്ലാ സൗകര്യങ്ങളും അവർക്കുണ്ട്. ആ നിലയിലാണ് അവർ വളർന്നത്. മാത്രമല്ല വളരെ സാമൂഹികമായ ബോധ്യവും
ഒക്കെ അവർക്കുണ്ടായി. അത് വംശീയമായും ജാതീയമായും ഏറ്റവും വൈവിധ്യമുള്ള തലമുറയായി കണക്കാക്കപ്പെട്ടു. ഉൾക്കൊള്ളലിനും പരിസ്ഥിതി സംരക്ഷണത്തിനും വലിയ പ്രാധാന്യം നൽകി. ലോകത്തിൽ അതുവരെ കാണാത്ത നിലയിൽ ഉള്ള വലിയ വ്യത്യാസങ്ങൾ ലോകത്തിൽ സംഭവിക്കാനായിട്ട് തുടങ്ങിയ ഒരു കാലഘട്ടമാണ് ഈ ജെൻസി കാലഘട്ടം എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ആരോടും എന്തും ചോദിക്കാനായിട്ടുള്ളൊരു കപ്പാസിറ്റി ആ തലമുറയ്ക്ക് കൈവന്നു. നമുക്കറിയാം, ഈ നേപ്പാളിൽ ഭരണം തകിടം മറിച്ചത് ഈ ജെൻസി ഗ്രൂപ്പാണ്. പത്രങ്ങളിലൊക്കെ നിങ്ങൾ വായിച്ച് കാണും. ജെൻസി എന്നുള്ള പേരിൽ തന്നെ അവർ ഒരു ഭരണകൂടത്തെ അട്ടിമറിച്ചു, പുതിയൊരു ഭരണകൂടത്തെ കൊണ്ടുവന്നു. ലോകത്തിൽ ജെൻസിയുടെ ശക്തി എന്താണെന്ന് ലോകം കണ്ടത് നേപ്പാളിലെ ഭരണത്തെ മാറ്റി വേറൊരു ഭരണത്തെ കൊണ്ടതുകൂടിയാണ്. എന്ന് പറഞ്ഞാൽ ഇവരുടെ സ്വഭാവം ഇങ്ങനെയാണ്. നമ്മുടെ വീട്ടിലെ മക്കളെയും ശ്രദ്ധിച്ചാൽ നമുക്കറിയാം, ഏത് കാര്യവും ചോദ്യം ചെയ്യും. അത് അപ്പനാണെന്നില്ല, അപ്പൂപ്പനാണെന്നില്ല, ആരാണെന്നില്ല, ഏത് കാര്യത്തെയും ചങ്കൂറ്റത്തോടെ ചോദ്യം ചെയ്യുന്ന ഒരു ഗ്രൂപ്പാണ് ഈ ജെൻസി. അതായത് 1997 മുതൽ 2012 വരെ ജനിച്ചതായ ആളുകൾ എന്നുള്ളത് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. മാത്രമല്ല, ഈ ജോലിസ്ഥല മനോഭാവം അതൊക്കെ വളരെ സ്റ്റഡീഡ് ആയിട്ടുള്ള ചില കാര്യങ്ങളാണ്. ലക്ഷ്യബോധമുള്ള ജോലികൾ ഇഷ്ടപ്പെടുന്ന ആളുകളാണ്. അവർ വളരെ ഫോക്കസ്ഡ് ആണ്. ജോലി അല്ലെങ്കിൽ പഠിക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ ഞാൻ ഏത് ജോലി ചെയ്യുമെന്ന് അവർ തീരുമാനിക്കാൻ തുടങ്ങി. ഒരു 7ാം ക്ലാസ് ആകുമ്പോൾ തന്നെ കരിയർ ഗൈഡൻസ് പോലുള്ള കരിയർ മാപ്പിങ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് ഞാൻ എന്താകും എന്നുള്ളതിനെക്കുറിച്ച് ഒരു ലക്ഷ്യം ഫിക്സ് ചെയ്യുന്ന ഒരു ഗ്രൂപ്പായിരുന്നു ഇവർ എന്ന് കാണാനായിട്ട് സാധിക്കും. മാത്രമല്ല, ഇവർ ഈ പരമ്പരാഗത ജോലികളെ എന്ന് പറഞ്ഞാൽ നമുക്ക് മനുഷ്യന് ആവശ്യമുള്ള ഒരു പരമ്പരാഗത ജോലികളുണ്ടല്ലോ, അതായത് കൃഷി അടക്കമുള്ള കാര്യങ്ങളുണ്ട്. ഇതിനെക്കുറിച്ചൊന്നും വലിയ അവയർനെസ് അവർക്കില്ല. അതിൻ്റെ അപ്പുറത്തേക്കുള്ള എന്തെങ്കിലും കാര്യങ്ങളാണ് ഇവർ ഇഷ്ടപ്പെടുന്നതും അങ്ങനെ ചെയ്യാനായിട്ടും അവർ ശ്രദ്ധിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. മാത്രമല്ല, ഈ സാമ്പത്തിക അനിശ്ചിതത്വവും അതുപോലെ ഈ കോവിഡിൻ്റെ ഒരു കാലഘട്ടത്തിൽ ഇവർ ജീവിച്ചതും കൊണ്ട് സാമ്പത്തികമായിട്ട് വളരെ ജാഗ്രത പുലർത്തുന്ന ഒരു ഗ്രൂപ്പായിട്ട് നമുക്ക് ഈ ജെൻസികളെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. മറ്റ് തലമുറകളുമായിട്ട് നമ്മൾ ഇവരെ താരതമ്യം ചെയ്താൽ ഈ തൊട്ട് മുമ്പുള്ള തലമുറയിൽ അതിൻ്റെ മുൻപുള്ള തലമുറ മില്ലിനിയേഴ്സുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ അവർ ഇൻ്റർനെറ്റ് കാലഘട്ടങ്ങളിൽ വളർന്നപ്പോൾ ഈ ജെൻസി എന്ന് പറയുന്ന ഗ്രൂപ്പ് ഈ ഇൻ്റർനെറ്റ് ഇല്ലാത്ത ഒരു ലോകം ഒരിക്കലും കണ്ടിട്ടില്ല. എന്ന് പറഞ്ഞാൽ ഈ മില്ലിനിയേഴ്സ് അതിന് മുമ്പുള്ള മില്ലിനിയേഴ്സാണ് ഇൻ്റർനെറ്റിൻ്റെ കാലഘട്ടങ്ങൾക്ക് അവർ കണ്ടു തുടങ്ങി. പക്ഷേ അതിന് മുൻപും അവർ ഇൻ്റർനെറ്റ് ഇല്ലാത്ത ലോകം കണ്ടിട്ടുണ്ട്. അതിനുള്ള മുമ്പുള്ള തലമുറയും ഒന്നും ഈ ഇൻ്റർനെറ്റ് കണ്ടിട്ട് പോലുമില്ല, കേട്ടിട്ട് പോലുമില്ല. പക്ഷേ ഈ ജെൻസിയെ നോക്കിയാൽ ഇൻ്റർനെറ്റ് ഇല്ലാത്തൊരു ലോകം അവർക്കറിയില്ല, അവർ കണ്ടിട്ടില്ല. അങ്ങനെ ഒരു ലോകം ഉണ്ടായെന്ന് പറഞ്ഞാൽ അവർ അത്ഭുതപ്പെടും. ഇൻ്റർനെറ്റ് ഇല്ലാത്തൊരു കാലം ഉണ്ടായിരുന്നോ എന്ന് അവർ ചിന്തിക്കും. അപ്പോൾ ഈ ജെൻസി എന്ന് പറയുന്ന ഗ്രൂപ്പ് ഇൻ്റർനെറ്റ് പോലുള്ള ആ കാര്യങ്ങളിൽ മാത്രമല്ല, സോഷ്യൽ മീഡിയ പോലെയുള്ള കാര്യങ്ങൾ, ഈ കാര്യങ്ങളെ അതൊന്നും ഇല്ലാത്തൊരു ലോകത്തെക്കുറിച്ച് അവർക്ക് ചിന്തിക്കാൻ പോലും സാധിക്കില്ല. കാരണം അവർ ജനിച്ച് വന്നപ്പോൾ ഇൻ്റർനെറ്റ് വീട്ടിലിരുന്ന് ഏത് കാര്യവും കയ്യിലിരിക്കുന്ന ഫോണിലൂടെയോ അല്ലെങ്കിൽ ലാപ്ടോപ്പിലൂടെയോ ലോകത്തുള്ള ഏതിനെയും ആക്സസ് ചെയ്യാൻ കഴിയുന്ന നിലയിൽ ആണ് അവർ ജനിച്ചു വളർന്നത്. അതുകൊണ്ട് അങ്ങനെ ഒരു ലോകത്തെക്കുറിച്ച് ചിന്തിക്കാൻ പോലും അവർക്ക് സാധിക്കുകയില്ല. നമ്മളൊക്കെ ഫോണില്ലാത്ത കാലഘട്ടങ്ങൾ കണ്ട ആളുകളാണ് ഇവിടെ ഇരിക്കുന്നത്. ഞാൻ എൻ്റെ ഓർമ്മയിൽ ഒരു ഫോൺ എന്ന് പറയുന്നത്, ഞങ്ങൾ താമസിക്കുന്ന അടുത്തൊരു കത്തോലിക്ക പള്ളിയുണ്ട്. ആ പള്ളിയിൽ മാത്രമേ ഒരു ഫോണുള്ളൂ. ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു അത്യാവശ്യം വന്നാൽ പള്ളിയിൽ ഫോൺ വരും. വരുന്നതിന് മുൻപ് വിളിക്കുന്നയാൾ എഴുത്തെഴുതി അയക്കും, 12-ാം തീയതി ഞാൻ വിളിക്കും, നിങ്ങളെല്ലാവരും വരണം. രാവിലെ കുർബാനയും കഴിഞ്ഞ് ആൾക്കാരവിടെ വെയിറ്റ് ചെയ്യും. രാവിലെ വിളിക്കുമെന്ന് പറയും, പക്ഷേ കോള് വരുന്നത്, ട്രങ്ക് ബുക്ക് ചെയ്യണം, കോള് വരുന്നത് വൈകിട്ടായിരിക്കും. രാവിലെ മുതൽ വൈകിട്ട് വരെ അവിടെ നിന്ന് അവസാനം കോള് കിട്ടി അത് എല്ലാവരും സംസാരിച്ചിട്ടാണ് പോരുന്നത്. അപ്പോൾ ഒരു അപ്പച്ചൻ, എൻ്റെ അനുഭവമാണ്, ഞങ്ങളുടെ അപ്പച്ചൻ, എൻ്റെ മാതാവിൻ്റെ പിതാവ്
ഇങ്ങനെ ഒരു ദിവസം എൻ്റെ ബന്ധത്തിൽപ്പെട്ട എൻ്റെ ഒരു അങ്കിള് വിളിക്കുമെന്ന് പറഞ്ഞു. ഞങ്ങൾ പോയി നിന്നു. കുറേ നേരം വെയിറ്റ് ചെയ്തപ്പോൾ കണ്ടു, സംസാരിച്ചു. അത് കഴിഞ്ഞുകൊണ്ട് വരുമ്പോൾ അപ്പച്ചൻ പറയാം, എന്തൊരു സൗകര്യമാണ്. ബോംബെയിൽ നിന്ന് ഒരാൾ നമ്മളെ വിളിച്ച് സംസാരിച്ചു. രാവിലെ തുടങ്ങി കഷ്ടപ്പെടുക, അവിടെ വന്നിരിക്കുക, 9 മണി വന്ന് തുടങ്ങി ഇരുന്ന് 12 മണിക്ക് കോള് വരുമെന്ന് വിചാരിച്ചു, വന്നില്ല. 3 മണിയായപ്പോൾ കോള് വന്നു കഴിഞ്ഞപ്പോൾ പറയാം എന്തൊരു സൗകര്യമാണ്. പക്ഷെ ഇന്നത്തെ തലമുറയ്ക്ക് അതറിയാമോ? അറിയില്ല. അവരത് കണ്ടിട്ടില്ല. അവർക്ക് ചിന്തിക്കാൻ പോലും കഴിയുന്നില്ല. ഒരാൾ എഴുത്തെഴുതി അറിയിച്ച് ഫോൺ വരുമ്പോൾ പോയി എടുക്കുന്ന ആ കാലഘട്ടം ഈ പറയുന്ന ഈ ജെൻസി ഗ്രൂപ്പ് കണ്ടിട്ടില്ല. എഴുത്തെഴുതുന്ന ശീലം അത് അവർക്കറിയില്ല. പോസ്റ്റ് ഓഫീസിൽ കൊണ്ട് എഴുത്തെഴുതിയിട്ട് പോസ്റ്റ് ഓഫീസിൽ കൊണ്ടുപോയി അത് പോസ്റ്റ് ബോക്സിൽ ഇടുക, അതവർക്കറിയില്ല. മണി ഓർഡർ അയക്കുക, അതവർക്കറിയില്ല. ഇതൊന്നും കാണാത്തൊരു വലിയ തലമുറയാണ് ഈ ജെൻസി തലമുറ എന്ന് പറയുന്നത്. മാത്രമല്ല ഈ ജോലി സ്ഥലങ്ങളിലെ സ്വാധീനം, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എന്തിനേയും ചോദ്യം ചെയ്യുന്നവരാണ്. ശമ്പളം, ഈ കാര്യങ്ങളെല്ലാം വളരെ ഫിക്സ്ഡ് ആയിട്ട് ചോദിച്ച് മനസ്സിലാക്കും. ജീവിത സമതുലനവും സംബന്ധിച്ച വളരെ വ്യക്തത അവർ ആവശ്യപ്പെടും. ഒരു ജോലി എടുക്കാൻ പോകുന്നതിന് മുമ്പ് അവർക്ക് വ്യക്ത ശമ്പളം വേണമെന്ന് അവർ പറയും. അത് ആവശ്യപ്പെടും. അവർക്ക് ബോധിച്ചില്ലെങ്കിൽ അത് വേണ്ട, അടുത്ത ജോലി അവർ നോക്കും. അങ്ങനെയാണ്. പക്ഷെ പണ്ടൊക്കെ അങ്ങനെയല്ല ആളുകൾക്ക് ഇങ്ങനെ ഒരു ഗ്രൂപ്പിനെ കുറിച്ച്. അപ്പോൾ ഈ ജനറേഷൻ ആൽഫയുടെ സവിശേഷത എന്ന് പറയുന്നത് ജനന 2010 മുതൽ 2024 വരെ ഈ ഐപാഡ് അതുപോലെ ഇൻസ്റ്റാഗ്രാം ആരംഭിച്ച ഒരു കാലഘട്ടം, അതായത് സോഷ്യൽ മീഡിയ വളരെ കോമൺ ആയി തീർന്ന ഒരു കാലഘട്ടം. ആ കാലഘട്ടത്തിലാണ് ഇത് ജനിച്ച് വളരുന്നത്. മാത്രമല്ല ഇന്ന് ലോകത്തിൽ ജനസംഖ്യയിൽ ഏറ്റവും കൂടുതലുള്ള ഗ്രൂപ്പാണത്. 200 കോടി ആൽഫകളുണ്ട് ലോകത്ത്. 200 കോടി. നമ്മുടെ ഏകദേശ കണക്കനുസരിച്ച് ഏതാണ്ട് 800 കോടിയോളം ആണെന്നാണ് കണക്ക്. കൃത്യമായ കണക്കിനെ കുറിച്ച് നമുക്ക് അത്ര അറിയില്ല, കാരണം ചില രാജ്യങ്ങളിൽ സെൻസസ് പുറത്തുവിടുകയില്ല. പക്ഷേ ഏകദേശ കണക്കനുസരിച്ച് ഒരു 800 കോടി ആളുകൾ ലോകത്തുണ്ടെന്നാണ് വിചാരിക്കുന്നത്. ആ 800 കോടിയിൽ 200 കോടി ആളുകൾ ഈ ഗ്രൂപ്പാണ്, ആൽഫ ഗ്രൂപ്പാണ് എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. മാത്രമല്ല ഈ ഡിജിറ്റൽ ഇടപെടൽ, അതായത് സ്മാർട്ട് ഫോണുകൾ, സോഷ്യൽ മീഡിയ, ഓൺ ഡിമാൻഡ് സ്ട്രീമിംഗ് എന്നിവയില്ലാത്ത ലോകം ഇവരാരും കണ്ടിട്ടില്ല. ജെൻസിയേക്കാൾ കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആണ് ഇതുപോലുള്ള ഈ സോഷ്യൽ മീഡിയ, അതുപോലെ ഫോണ്, അല്ലേ, ഫോണ് നമ്മുടെ കയ്യിലുള്ള ഇപ്പോൾ ഉള്ള സ്മാർട്ട് ഫോണ്, ആ ഫോണാണ് ഇവർ കണ്ടു തുടങ്ങിയത്. അതിന് മുൻപുള്ള ഫോൺ, ഇതേപോലത്തെ ഒരു ചെറിയ ഫോൺ നമ്മളൊക്കെ ഉപയോഗിച്ചിരുന്നു. ഈ ഫോൺ അവർ കണ്ടിട്ടില്ല. ഞങ്ങളുടെ കൂടെയുള്ള സഹോദരൻ റോബർട്ടിൻ്റെ ഫോൺ, ആ പഴയ ഫോണാണ്. അദ്ദേഹം പുതിയ മോഡലൊന്നും ഉപയോഗിക്കുന്നില്ല. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കയ്യിലിരിക്കുന്ന ഫോൺ ഇപ്പോൾ കണ്ടപ്പോൾ എനിക്ക് അത്ഭുതം തോന്നി. ഇന്ന് നോക്കിയയുടെ ഇതേപോലെയുള്ള ഫോൺ, ഇത് ഫോണല്ല കേട്ടോ, ഇതിൻ്റെ റിമോട്ടാണ്. ഇതേപോലുള്ള ഫോൺ നമ്മളൊക്കെ പലരും കണ്ടിട്ടുണ്ട്. പക്ഷേ ഈ ആൽഫ ഗ്രൂപ്പിലെ ആളുകൾ ഇങ്ങനത്തെ ഫോണേ കണ്ടിട്ടില്ല. അവർ കണ്ടേക്കുന്ന ഫോൺ സ്മാർട്ട് ഫോണാണ്, ഐപാഡ്, ലാപ്ടോപ്പിനേക്കാൾ കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഐപാഡ്. ഇതൊക്കെയാണ് അവർ കണ്ടു വളർന്നത്. ഈ പഴയ കമ്പ്യൂട്ടർ കഴിഞ്ഞ് ഞാനൊക്കെ കമ്പ്യൂട്ടർ ഉപയോഗിച്ചു തുടങ്ങിയ കാലത്ത് കമ്പ്യൂട്ടറിൻ്റെ സ്ക്രീൻ, മോണിറ്റർ എന്ന് പറയുന്നത് ഒരു വലിയ സംഭവമായിരുന്നു. എൻ്റെ CPU എന്ന് പറയുന്നത് ഒരു വലിയ സംഭവമായിരുന്നു, ഒരു വലിയ പെട്ടിയാണ്. അതിൻ്റെ മോണിറ്റർ എന്ന് പറയുന്നത് ഒരു വലിയ TV പോലെയാണ്. ഇത് വെച്ചിട്ടാണ് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അന്നൊന്നും വലിയ സംഭവമായിരുന്നു. പക്ഷേ ഇന്നത്തെ കുട്ടികൾക്ക് ആ കമ്പ്യൂട്ടറെ അവർ കണ്ടിട്ടില്ല. വലിയ മോണിറ്റർ, വലിയ CPU, ഈ സംവിധാനമേ അവർക്കറിയാൻ പാടില്ല. അവർ കണ്ടത് ഐപാഡ്, ലാപ്ടോപ്പ്, ഇതൊക്കെയാണ് അവർ കണ്ടു വളർന്നത്. സ്മാർട്ട് ഫോണ്, ഇതൊക്കെയാണ് അവർ കണ്ടു വളർന്നത് എന്നുള്ളത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. പിന്നെ വിദ്യാഭ്യാസ സ്വാധീനം, AI അടിസ്ഥാനത്തിലുള്ള, ഞാൻ അതിനെക്കുറിച്ചൊക്കെ പുറകെ പറഞ്ഞു വരുന്നുണ്ട്. AI അടിസ്ഥാനത്തിലുള്ള അനേക കാര്യങ്ങൾ വഴി പഠനം, ഓൺലൈനിലുള്ള പഠനം, ഇതൊക്കെ ചെയ്ത ഒരു വലിയ സമൂഹമാണ് ഈ പറയുന്ന ഗ്രൂപ്പ്. പിതാക്കന്മാർ തമ്മിലുള്ള സ്വാധീനം, അതായത് ഇവരുടെ ജനറേഷൻ, ഇവരുടെ മാതാപിതാക്കൾ എന്ന് പറയുന്നത് മില്ലിനിയേഴ്സാണ്. ഞാനത് കാണിക്കാം. അപ്പോൾ അവരുമായിട്ടുള്ള ആ സ്വാധീനം
ഇവർക്ക് ഉണ്ട്. പക്ഷേ അത് അവരുടെ ജീവിതശൈലി എന്ന് പറഞ്ഞാൽ ഈ മാതാപിതാക്കളുടെ ബന്ധമൊക്കെ ഉണ്ടെങ്കിലും അതൊരു ഡിജിറ്റൽ ജീവിതശൈലി ആയതുകൊണ്ട് മറ്റ് ജനറേഷനിൽ നിന്ന് വളരെ വ്യത്യസ്തമായിരിക്കുന്ന നിലയിലാണ് അവരുടെ സ്വഭാവവും അവരുടെ പെരുമാറ്റവും. ഇതൊക്കെ ഞാനൊന്ന് പെട്ടെന്ന് പറഞ്ഞു പോകാം. ഒത്തിരി കാര്യങ്ങളുണ്ട്. ലോകത്തെ സാങ്കേതിക വിദ്യ ബാധിക്കുന്ന വിധത്തിലുള്ള അനേക കാര്യങ്ങൾ, സാങ്കേതിക ഉപയോഗം, സോഷ്യൽ മീഡിയയുടെ ഉപയോഗം, ഇതൊക്കെ ഇവരെ വളരെയധികം സ്വാധീനിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. മാത്രമല്ല കൂടുതൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇടപഴകാൻ വളരെ എക്സ്പെർട്ടാണ് അല്ലേ. നമ്മുടെ വീട്ടിലൊക്കെ ജനിച്ചു വളർന്ന കുട്ടികൾ നോക്കിയാൽ 5 വയസ്സുള്ള കുട്ടികൾ നോക്കിയാൽ നമുക്കറിയാം അവർ നമ്മളെക്കാൾ കൂടുതൽ ഇതിനെക്കുറിച്ച് നല്ല പരിചയമുണ്ട്. എനിക്ക് ഒരു 9 വയസ്സുള്ളൊരു മോനുണ്ട്. അവന് ഒരു 5 വയസ്സുള്ളപ്പോഴാണ് തോന്നുന്നു ഞാൻ ഇടയ്ക്ക് വാട്സപ്പിൽ ചിലരെ കോൾ ചെയ്യും. അപ്പോൾ ഞാൻ വാട്സപ്പിൽ കോൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവിടെ വാട്സപ്പിൽ നമ്മൾ ശ്രദ്ധിച്ചറിയാം, കോളിംഗ് എന്ന് കാണിച്ചാൽ നമ്മൾ വിളിക്കുന്നതെന്നർത്ഥം. അവിടെ റിങ് ചെയ്യുന്നില്ല. പക്ഷേ അത് റിങ് എന്ന് കാണിച്ചാൽ അവിടെ റിങ് ചെയ്യുന്നുണ്ടെന്ന് അർത്ഥം. നമ്മൾ കോൾ ചെയ്താലും നമുക്ക് ഇങ്ങനെ വാട്സപ്പിൽ വിളിക്കുമ്പോൾ അവിടെ റിങ് അടിക്കുന്ന പോലെ തോന്നും. പക്ഷെ അത് നമ്മൾ കോൾ ചെയ്യുന്നതേ ഉള്ളൂ. അതാണ് കോളിംഗ് എന്ന് കാണിക്കും. റിങ് ചെയ്യുന്നുണ്ടെങ്കിൽ റിങ്ങിങ് എന്ന് കാണിക്കും. ഇതെനിക്കറിയില്ലായിരുന്നു. പക്ഷേ ഈ 2-3 വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ 5 വയസ്സ് കഴിഞ്ഞ് എൻ്റെ മോൻ അവൻ പെട്ടെന്ന് ഫോൺ വേണം. അപ്പോൾ ആ ഫോൺ തന്നെ. അപ്പോൾ ഞാൻ ഒരാൾ വിളിക്കാമെന്ന് പറഞ്ഞു. അവനപ്പോൾ നോക്കിയിട്ട് അപ്പോൾ ഇത് കോളിംഗ് ആണ്, റിങ്ങിങ് അല്ല, അവിടെ കേൾക്കുന്നില്ല. ഞാൻ അതിശയിച്ചു പോയി. 5 വയസ്സ് കഴിഞ്ഞ എൻ്റെ മോൻ എനിക്ക് ആ കാര്യത്തെക്കുറിച്ച് അറിവ് തരിക. ഞാനിത് പറഞ്ഞത് ഇന്ന് നമ്മളെക്കാൾ കൂടുതൽ ഈ കാര്യങ്ങളെക്കുറിച്ച് ജനിക്കുമ്പോഴേ അറിയാം. 5 വയസ്സുള്ള സ്കൂളിൽ പോയി തുടങ്ങിയതേ ഉള്ളൂ, അവനറിയാം. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കണം. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉപയോഗിക്കുന്നതിൽ വളരെ കഴിവുള്ളവരാണ്. ഇതിപ്പോൾ എൻ്റെ കാര്യം മാത്രമല്ല, നിങ്ങളുടെയൊക്കെ വീട്ടിൽ നിങ്ങളുടെ കൊച്ചുമക്കളെ അല്ലെങ്കിൽ നിങ്ങളുടെ കുഞ്ഞുമക്കളെയൊക്കെ നോക്കിയാൽ അവരൊക്കെ ഈ കാര്യത്തിൽ വളരെ എക്സ്പെർട്ടാണ്, നന്നായിട്ട് കൈകാര്യം ചെയ്യും. നമുക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അവരെ വിളിച്ചിട്ട് ശരിയാക്കിച്ചാൽ മതി. അതിനുള്ള കഴിവൊക്കെ അവർക്ക് ഇൻബോൺ അവർക്കുണ്ട്. അതാണ് നമുക്കത് കാണാനായിട്ട് സാധിക്കുന്നത്. അവരുടെ മാനസികാരോഗ്യം വേഗത്തിൽ മാറുന്ന സങ്കീർണമായ ലോകത്തിൽ വളരുമ്പോൾ വളരെ സ്ക്രീൻ അധിഷ്ഠിത സമ്മർദ്ദങ്ങൾ നേരത്തെ അനുഭവിച്ചിട്ടുണ്ടെങ്കിലും സൃഷ്ടിപരമായ കഴിവുകൾ ഉയർന്നവരാണ് എന്ന് വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നു. എന്ന് പറഞ്ഞാൽ ഇവര് ഈ എല്ലാം കാഴ്ചയിലാണല്ലോ, ഇതെല്ലാം ഈ ഫോണിൽ കൂടെയും അല്ലാതെയൊക്കെയുള്ള കാഴ്ചയിലൂടെയാണ് ഇവർ വരുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ, അതിൻ്റെ ചില പ്രശ്നങ്ങൾ ഞാൻ പുറകെ പറയാം. അപ്പോൾ ഇതിലൊക്കെ ഇവർ വളരെ അറ്റൻറ്റീവ് ആണെങ്കിൽ പോലും അതിൽ സമ്മർദ്ദങ്ങളൊക്കെ ഉണ്ടെങ്കിലും വളരെ ക്രിയേറ്റീവായിട്ട് ചിന്തിക്കാനും അത് പെട്ടെന്ന് നടത്തിയെടുക്കാനും ഇവർക്ക് സാധിക്കും എന്നുള്ളത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതുപോലെ ഇവർ വിദ്യാഭ്യാസ കാലഘട്ടങ്ങളൊക്കെ ആയി വരുന്നുള്ളൂ. ഇതൊക്കെ അവരെ വളരെ ആഗ്രഹിക്കുകയും അത് പിന്തുടരുവാനായിട്ട് വളരെ താല്പര്യമുള്ളവരായിട്ടാണ് ഇവർ വളരുന്നത് എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഓക്കെ, ഞാൻ ഇനി പെട്ടെന്ന് മുന്നോട്ട് പോവുകയാണ്, സമയം അതിക്രമിച്ചു കഴിഞ്ഞു. ഇവിടെ ഈ ജനറേഷൻസിനെ കുറിച്ച് പറയാം. ഇത് സൈലന്റ് ജനറേഷൻ എന്ന് പറയുന്ന ഈ ജനറേഷൻ്റെ മക്കളെന്ന് പറയുന്നത് അതിൻ്റെ അടുത്ത ബേബി ബൂമേഴ്സ് കഴിഞ്ഞിട്ടുള്ള ജെൻ എക്സ് ആണ് അവരുടെ മക്കൾ. അതാണ് ഞാൻ ഇവിടെ എഴുതിയിരിക്കുന്നത്. ഇത് ഞാൻ പറയുന്നതിന് ഒരു പ്രത്യേക ഉദ്ദേശമുണ്ട്. ഈ ബേബി ബൂമേഴ്സിൻ്റെ മക്കൾ എന്ന് പറയുന്നത് അതിൻ്റെ ഇടയ്ക്കുള്ള ജെൻ എക്സ് കഴിഞ്ഞിട്ടുള്ള ഒരു ഇടയ്ക്ക് ഓൾട്ടർനേറ്റീവായിട്ടാണ് മക്കളുണ്ടാകുന്നത്. അങ്ങനെ വരുമ്പോൾ നമ്മൾ ജെൻ എക്സിൻ്റെ മക്കളെന്ന് പറയുന്നത് ജെൻ സി ആണ്. അതുപോലെ മില്ലിനിയേഴ്സിൻ്റെ മക്കൾ എന്ന് പറയുന്നത് ജെൻ ആൽഫയാണ്. ശരിക്കും ഈ ജെൻ ആൽഫയ്ക്ക് മുമ്പ് ജെൻ സി ആണ്. അതിനു മുൻപുള്ള ഈ മില്ലിനിയേഴ്സാണ് അവരുടെ മാതാപിതാക്കൾ. ഞാനിത് പറഞ്ഞത് മില്ലിനിയേഴ്സ് ജീവിച്ച കാലഘട്ടത്തിലെ സാഹചര്യങ്ങൾ, അവർ മനസ്സിലാക്കിയിരിക്കുന്ന, അവർ വളർന്ന കാര്യങ്ങൾ, അവരുടെ മക്കളാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കയ്യിൽ മൊബൈൽ കിട്ടിയാൽ വെറുതെ പഴം പോലെ ഉപയോഗിക്കാൻ കഴിയുന്ന കെൽപ്പുള്ള ഒരു ജനം, ഒരു വലിയ സമൂഹം. അപ്പോൾ ആ കാലഘട്ടത്തിൽ ജീവിച്ച ഇൻ്റർനെറ്റിൻ്റെ ആരംഭ കാലഘട്ടങ്ങളിൽ ജീവിച്ച, സ്മാർട്ട് ഫോൺ ഇല്ലാത്ത കാലഘട്ടങ്ങളിൽ ജീവിച്ച ആളുടെ സാഹചര്യങ്ങൾ, സാമൂഹികമായ സാംസ്കാരികപരമായ കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ എൻറ്റയർലി ഡിഫറെൻറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കൊരിക്കലും അവർ ചിന്തിക്കുന്നത് എന്താണെന്നോ അവരുടെ സാമൂഹിക സ്ഥിതി എന്താണെന്നോ മനസ്സിലാക്കാനായിട്ട് സാധിക്കുകയില്ല. അതിനാണ് ഞാനത് കാണിച്ചത്. പക്ഷേ നമ്മളത് മനസ്സിലാക്കണം. അതിന് പുറകെ ക്ലാസ് എടുക്കുന്ന ആളുകൾ അത് പറയും. നമ്മൾ മനസ്സിലാക്കണം. എൻ്റെ മകൻ, ഞാനെന്ന് പറയുന്നത് ഞാൻ ഒരു ജെൻ എക്സ് ഗ്രൂപ്പിൽപ്പെട്ട ആളാണ്.
അപ്പോൾ ജെൻഎക്സിൽ ഗ്രൂപ്പിൽപ്പെട്ട എൻ്റെ ഇളയ മകൻ ജനറേഷൻ ആൽഫയാണ്. അപ്പോൾ എൻ്റെ സാഹചര്യങ്ങളെ വെച്ച് ഞാൻ എൻ്റെ കുഞ്ഞിനെ ആ നിലയിൽ എൻ്റെ പോലെ ജീവിക്കാൻ പഠിപ്പിച്ചാൽ അവൻ ഒരിക്കലും മനസ്സിലാകില്ല, അവനത് ആക്സെപ്റ്റ് ചെയ്യാൻ സാധിക്കില്ല. അത് വലിയ വിടവാണ്. അപ്പോൾ ഒരു മാതാപിതാക്കൾ തന്നെ ഒരു ജനറേഷന് മുമ്പുള്ളവരാണ് മാതാപിതാക്കൾ. അപ്പോൾ വേറൊരു കാര്യം ശ്രദ്ധിക്കണം, ഈ ഒരു ജനറേഷന് മുമ്പുള്ളതാണ് മാതാപിതാക്കൾ. പക്ഷേ നമ്മുടെ സഭയിലെ എൽഡർഷിപ്പ് അപ്പോൾ ഏത് തലമുറയാണെന്നറിയാമോ? അതിൻ്റെ തൊട്ട് മുകളിലുള്ളവരാണ് സഭയിലെ എൽഡേഴ്സ്, ശുശ്രൂഷകന്മാർ. അപ്പോൾ ഞാനിത് പറഞ്ഞത് അത്രയും ജനറേഷൻ ഗ്യാപ്പിൽ നിന്നുകൊണ്ട് ഒരു ആൽഫ ജനറേഷനിലെ ആളെ എങ്ങനെയാണ് പരിപാലിക്കാൻ സാധിക്കുന്നത്? നമ്മളത് ചിന്തിക്കണം. കാലഗതിയെക്കുറിച്ച് നാം മനസ്സിലാക്കുമ്പോൾ തന്നെ അതിൻ്റെ ഭേദാഭേദങ്ങളെ തിരിച്ചറിഞ്ഞ് വേണം നമ്മുടെ തലമുറയെ നാം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട്. ഞാൻ അത് പറയാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു കാര്യം ഇവിടെ കാണിച്ചത്. ഇവിടെ ഞാൻ ഇനി പെട്ടെന്ന് പറഞ്ഞു പോകാം. ഈ ജെൻ ആൽഫ എന്ന് പറയുന്ന ഈ ഗ്രൂപ്പ് ആ കാലഘട്ടത്തിൽ വലിയ മാറ്റങ്ങൾ സംഭവിച്ച കാലഘട്ടമാണ് ജെൻ ആൽഫ എന്ന് പറയുന്നത്. ഇവിടെ ലോകത്തിൻ്റെ കാലഗതിയെ മാറ്റിമറിച്ച ചില ചിന്താഗതികൾ ഉടലെടുത്ത ഒരു ഇതാണ് ഈ കാലഘട്ടം. ഹ്യൂമനിസം, അതുപോലെ ഏത്തിസം. നിങ്ങൾ കേട്ട് കാണുമെന്ന് വിചാരിക്കുകയാണ്. ഹ്യൂമനിസവും ഏത്തിസവും. ഏത്തിസം എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം, നിരീശ്വരവാദം, അല്ലെ, ദൈവമില്ല എന്ന് വാദിക്കുന്ന ഒരു വലിയ തത്വമാണ്, അല്ലെങ്കിൽ അത് അങ്ങനെ ഒരു ഫിലോസഫിയാണ് ഈ ഏത്തിസം എന്ന് പറയുന്നത്. അത് കുറേ നൂറ്റാണ്ടുകൾക്ക് മുൻപുണ്ട്. പക്ഷേ ഇത് ശക്തിപ്പെട്ട കാലഘട്ടം ഈ ജെൻസി കാലഘട്ടം. ലോകത്താകമാനം ഈ ഏത്തിസം, ദൈവമില്ല എന്ന് പറയുക. 14-ാം നൂറ്റാണ്ടിലും 16-ാം നൂറ്റാണ്ടിലും ഉണ്ടായ വേറൊരു ചിന്താഗതിയാണ് ഈ ഹ്യൂമനിസം എന്ന് പറയുന്നത്. അതായത് 14-ാം നൂറ്റാണ്ടിലും 16-ാം നൂറ്റാണ്ടിലും ഇടയ്ക്കുണ്ടായ ഒരു ചിന്താഗതിയാണ് ഹ്യൂമനിസം. ഹ്യൂമനിസം എന്ന് പറഞ്ഞാൽ മാനവികത. അത് പറഞ്ഞാൽ വളരെ മനുഷ്യർ തമ്മിൽ വളരെ സ്നേഹിച്ചും കരുതിയും ഒക്കെ ജീവിക്കണം, മറ്റുള്ളവരെ കുറിച്ചുള്ള ഭാരമുണ്ടാകണം എന്ന് മാത്രമല്ല, അതിനകത്ത് ഉള്ള വളരെ അപകടമായിരിക്കുന്ന കുറേ ചിന്താഗതികൾ ഹ്യൂമനിസത്തിലുണ്ട്. ആ കാര്യങ്ങൾ ഞാൻ പുറകെ ഒന്ന് പറഞ്ഞു വരാം. അപ്പോൾ ഇവിടെ നാം കാണുമ്പോൾ ഈ ഗ്രൂപ്പിൽ ഹ്യൂമനിസം, അതുപോലെ ഏത്തിസം, അതുപോലെ നമുക്ക് പിന്നെ കാണാനായിട്ട് സാധിക്കുന്നത് അതിൻ്റെ പുറകെ വരുന്ന മറ്റു ചില കാര്യങ്ങളുണ്ട്. അത് ഞാൻ ഒന്ന് പറഞ്ഞു പോകാം. ഇതിൽ ഈ നിരീശ്വരവാദം എന്ന് പറയുന്നത്, ഞാൻ കാണിക്കുന്ന സ്ലൈഡ് കറക്റ്റാന്ന് തോന്നുന്നു, കിടക്കുന്ന ഓക്കെ, ഏത്തിസം, നിരീശ്വരവാദം. ഈ നിരീശ്വരവാദത്തെ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ പറയാം, ഇത് ഫ്രീഡം ടു ഇമ്മൊറാലിറ്റി, അങ്ങനെയാണ് അതിന് നമുക്ക് പറയാൻ സാധിക്കുന്നത്. ഇതിനെ വലിയ വാഴ്ത്തിപ്പാടുന്ന ആളുകൾ ലോകത്തുണ്ട്, വലിയ തത്വചിന്തകരും വലിയ പ്രമുഖരും ഒക്കെ ഇതിനെ വാഴ്ത്തിപ്പാടുന്ന ആൾക്കാരുണ്ട്. പക്ഷേ നമ്മെ സംബന്ധിച്ച്, ദൈവവിശ്വാസികളെ സംബന്ധിച്ച് നമുക്കിതിനൊരു പേര് കൊടുത്താൽ അധാർമികതയ്ക്കുള്ള ഒരു സ്വാതന്ത്ര്യമാണ് ഈ നിരീശ്വരവാദം. കാരണം ലോകത്തിൽ ദൈവമില്ല എന്ന് പറഞ്ഞാൽ തോന്നിയ പോലെ ജീവിക്കാം, അതാണ് അതിൻ്റെ ഉദ്ദേശം. അതിൻ്റെ അടുത്ത കാര്യമാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഓക്കെ, ഇതാണ് ഹ്യൂമനിസം, മാനവികത എന്ന് പറയുന്നത്. ഈ മാനവികത എന്ന് പറയുന്നത് ഇതിന് പറയാൻ പറ്റുന്നൊരു പേര് നമുക്ക് ഷുഗർ കോട്ടഡ് പോയ്സൺ. അപ്പോൾ ഈ ഏത്തിസം എന്ന് പറഞ്ഞാൽ അത് ഫ്രീഡം ടു ഇമ്മൊറാലിറ്റി ആണെങ്കിൽ, ഹ്യൂമനിസം ഷുഗർ കോട്ടഡ് പോയ്സൺ, മധുരത്തിൽ പൊതിഞ്ഞ അല്ലെങ്കിൽ പഞ്ചസാരയിൽ പൊതിഞ്ഞ വിഷം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അതിൻ്റെ കുഴപ്പങ്ങളെക്കുറിച്ച് ഞാൻ പെട്ടെന്ന് ഞാനൊന്ന് പറഞ്ഞു പോകാം. അതിൽ ഈ ഹ്യൂമനിസത്തിൽ ഉള്ള കാര്യങ്ങളിൽ നമുക്ക് അവർ പറയുന്ന ചില കാര്യങ്ങളുണ്ട്, അത് വളരെ നല്ലതാണെന്ന് തോന്നും. മനുഷ്യർക്ക് അവരിൽ തന്നെ മൂല്യമുണ്ട് എന്ന് പഠിപ്പിക്കും. പിന്നെ ദൈവകൽപ്പന കൊണ്ടല്ല, മനുഷ്യനായതുകൊണ്ട് തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ വിലയുണ്ട്, ഇവിടെ എപ്പോഴും മനുഷ്യൻ അഭിവൃദ്ധിപ്പെടുന്നതിനാണ് ശ്രദ്ധ പതിപ്പിക്കേണ്ടത് എന്നൊക്കെ പറയും. എന്ന് പറഞ്ഞാൽ മനുഷ്യരാണ് ഏറ്റവും മൂല്യമുള്ളവർ, അവിടെ ദൈവത്തിനൊന്നും ഒരു സ്ഥാനവുമില്ല.
പിന്നെ മതവിശ്വാസത്തിന് പകരം യുക്തിലോകത്തെ മനസ്സിലാക്കാൻ ശാസ്ത്രം, യുക്തി, തെളിവുകൾ ഇവിടെ ഉപയോഗിക്കുക. ഇതാണ് ഹ്യൂമനിസത്തിന്റെ മറ്റൊരു അപകടകരമായിരിക്കുന്ന വേറൊരു കാര്യം. അത് ആരെങ്കിലും പറഞ്ഞു എന്ന് പറഞ്ഞ് നിങ്ങൾ വിശ്വസിക്കരുത് എന്ന് പറഞ്ഞാൽ ദൈവവചനം അടക്കമുള്ള കാര്യങ്ങൾ നിഷേധിക്കണമെന്നാണ് അതിൻ്റെ ആശയമായിട്ട് പറയുന്നത്. പിന്നെ മതമില്ലാത്ത ധാർമ്മികത, അല്ലെ, ധാർമ്മികത മതമാണ് കൂടുതൽ, അല്ലെങ്കിൽ മതചിന്തകളാണ് ധാർമ്മികതയെ കുറിച്ച് പഠിപ്പിക്കുന്നതെങ്കിൽ അങ്ങനെ ഒരു ധാർമ്മികതയെക്കുറിച്ച് നിങ്ങൾ പറയാൻ പാടില്ല. ദൈവങ്ങളോ വേദഗ്രന്ഥങ്ങളോ ഇല്ലാതെ തന്നെ നിങ്ങൾ സദാചാരബോധമുള്ളവരായിരിക്കാം. നാച്ചുറലി നിങ്ങൾക്ക് അങ്ങനെ ഒരു ബോധ്യമുണ്ട്. അപ്പോൾ അനുകമ്പ, നീതി, സഹാനുഭൂതി എന്നിവ മനുഷ്യനുഭവത്തിൽ നിന്ന് വരുന്നു എന്നുള്ളതാണ് പറയുന്നത്. മറ്റൊന്നാണ് വ്യക്തി സ്വാതന്ത്ര്യം. ഇതാണ് ഏറ്റവും അപകടകരമായിരിക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് ഇന്ന് ലോകത്തെ ബാധിച്ചുകൊണ്ടിരിക്കുന്നത്. ഉത്തരവാദിത്വത്തോട് ചിന്തിക്കാനും സംസാരിക്കാനും ഇഷ്ടമുള്ളതുപോലെ ജീവിക്കാനും ആളുകൾക്ക് സ്വാതന്ത്ര്യം ഉണ്ടായിരിക്കണം. അതാണ് ഹ്യൂമനിസത്തിൻ്റെ ഏറ്റവും അപകടകരമായിരിക്കുന്ന ഒരു കാര്യമായിട്ട് വന്നിരിക്കുന്നത്, സ്വാതന്ത്ര്യം. അത് എല്ലാവർക്കും ഉണ്ട്. അപ്പോൾ നമുക്കറിയാം, ഈ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും ആവശ്യമുള്ളതാണ്, നമ്മൾ ആഗ്രഹിക്കുന്നവരാണ്, അല്ലേ? നമുക്ക് സ്വാതന്ത്ര്യത്തെക്കുറിച്ച് പറയുമ്പോൾ ക്രിസ്തു നമ്മളെ സ്വതന്ത്രരാക്കി എന്ന് നമ്മൾ പറയുന്നുണ്ട്. അപ്പോൾ സ്വാതന്ത്ര്യത്തിൻ്റെ വലിയ മഹാത്മ്യമൊക്കെ നമ്മൾ ഈ വാക്കുകളിൽ നമ്മൾ അറിയാതെ ചിന്തിച്ചു പോകും. അപ്പം ഹ്യൂമനിസം നല്ലതല്ലേ എന്ന് നമ്മൾ ചിന്തിക്കാം. പക്ഷേ ഈ സ്വാതന്ത്ര്യത്തിൽ അടങ്ങിയിരിക്കുന്ന അപകടം എന്ന് പറയുന്നത്, ഒരു മനുഷ്യന് എങ്ങനെ വേണമെങ്കിലും ജീവിക്കാം, അവൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കാം. അതിൻ്റെയൊക്കെ അടയാളമാണ് LGBTQ എന്ന് പറയുന്ന വലിയൊരു സമൂഹം, അല്ലേ? LGBTQ എന്ന് പറഞ്ഞാൽ എന്താ? ലെസ്ബിയൻസ്, ബൈസെക്ച്വൽ, ഗേ എന്ന് പറയുന്ന സമൂഹം. ലെസ്ബിയൻസ് എന്ന് പറഞ്ഞപ്പോൾ ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും മനസ്സിലായെന്നേ വിചാരിക്കുക. പെണ്ണിനെ കല്യാണം കഴിക്കുക, വ്യക്തി സ്വാതന്ത്ര്യമാണ്, അല്ലേ? ഗേ, പുരുഷനെ കല്യാണം കഴിക്കുക. ബൈസെക്ച്വൽ, ആരോട് വേണമെങ്കിലും ഒത്തു ജീവിക്കാം. പിന്നെ ട്രാൻസ്ജെൻഡർ, ആണ് പെണ്ണാകും, പെണ്ണ് ആണാകും. ഇന്ന് നിങ്ങൾ കാണുന്ന, ഈ ലോകത്ത് കാണുന്ന ഈ മാറ്റങ്ങൾ ഹ്യൂമനിസത്തിൻ്റെ പ്രോഡക്റ്റാണ്. അപ്പോൾ ഹ്യൂമനിസം എന്ന് പറയുന്നത് ലോകത്തിൽ നല്ലത് ആണ് എന്ന് പറയുകയാണെങ്കിലും, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പഞ്ചസാര കൊണ്ട് പൊതിഞ്ഞ വിഷമാണ് ഹ്യൂമനിസം. ഇത് നമ്മുടെ സമൂഹത്തിൽ ശക്തമായിട്ട് വളർന്നുകൊണ്ടിരിക്കുക. നമ്മുടെ മക്കൾ, നമ്മുടെ ജെൻസി, നമ്മുടെ ആൽഫ കുട്ടികൾ പഠിക്കുന്ന കലാലയങ്ങളിൽ ഹ്യൂമനിസത്തെ പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരിക്കുക. അവർ പഠിക്കുന്ന കലാലയങ്ങളിൽ, അവർ കാണുന്ന കൂട്ടങ്ങളിൽ, അവരുടെ സുഹൃത്തുക്കളിൽ, അവർ കാണുന്ന TV പോലുള്ള പ്രോഗ്രാമുകളിലെല്ലാം ഇന്ന് ഈ ഹ്യൂമനിസത്തിൻ്റെ അടയാളമായിരിക്കുന്ന LGBTQയുടെ സ്വാധീനം ശക്തമായിക്കൊണ്ടിരിക്കുക, അല്ലേ? ഈ റിയാലിറ്റി ഷോയൊക്കെ കാണുന്നവരാണ് നിങ്ങളെന്ന് എനിക്കറിയാം. മിക്കവാറും പല റിയാലിറ്റി ഷോയിലെ കണ്ടസ്റ്റൻസ് ലെസ്ബിയൻസ്, ഗേ കപ്പിൾസാണ്. പെണ്ണിനെ കല്യാണം കഴിച്ച ഈ അടുത്ത സമയത്ത് വളരെ പേരുകേട്ട രണ്ടുപേരും, ആദില, നൂറ. നിങ്ങളൊക്കെ കേട്ട് കാണും, നിങ്ങൾ അത്ര വിശുദ്ധരൊന്നുമല്ല. ആദില, നൂറ, അല്ലേ? ഇന്ന് നമ്മുടെ മലയാള സമൂഹത്തെ വെല്ലുവിളിച്ച രണ്ടുപേരാണ്. അവർ ലെസ്ബിയൻസ് കപ്പിളാണ്. ഇത് നമ്മൾക്ക് അത്ഭുതത്തിലാണ് കാണുക. പക്ഷേ നമ്മുടെ മുന്നിൽ കുഞ്ഞുങ്ങളില്ലേ, അവർ പഠിക്കുന്ന അവരുടെ കൂട്ടത്തിൽ അവർക്കറിയാവുന്ന അനേകരുണ്ട്. എൻ്റെ മകള് കോളേജിൽ പഠിക്കുക. അവളോട് ഞാനിതിനെക്കുറിച്ച് വളരെ ശക്തമായിട്ട് പറഞ്ഞപ്പോൾ അവർ പറയാ, പപ്പ ഏത് ലോകത്താണ് ജീവിക്കുന്നത്? എൻ്റെ കൂടെ പഠിക്കുന്ന 3 കപ്പിൾസ് പഠനം കഴിഞ്ഞ് അവർ ഒരുമിച്ച് ജീവിക്കാൻ, ഗേൾസ് സ്കൂൾ പഠിക്കുന്ന എൻ്റെ മോള് പറയുക, 3 കപ്പിൾ ഒരുമിച്ച് ജീവിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അവർക്കതൊരു പുത്തരിയൊന്നുമല്ല. കാരണം ഇന്ന് സമൂഹം അത്രമാത്രം മൂല്യച്യുതികളിലൂടെ പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഈ കാലഘട്ടത്തിൽ ഈ ഹ്യൂമനിസം എന്ന് പറയുന്നതിൻ്റെ ആ വലിയ സ്വാധീനം ലോകത്ത് സംഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. ആ സാഹചര്യത്തിലാണ് നമ്മുടെ മക്കൾ ജീവിക്കുന്നത്. അവർക്ക് ഇതൊരു സാധാരണ സംഭവമാണ്. അവർക്കിതൊരു അത്ഭുത കാര്യമൊന്നുമല്ല ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. നമുക്കിതൊരു അത്ഭുത കാര്യം, പക്ഷെ അവർക്കിതൊന്നും ഒരു അത്ഭുതമേ അല്ല. അങ്ങനെയുള്ള അനേക കാര്യങ്ങൾ, ഇത് മാത്രമല്ല അനേക കാര്യങ്ങൾ അവരെ ബാധിച്ചു കൊണ്ടിരിക്കുന്നു. ലെസ്ബിയൻസിൻ്റെയും അതുപോലെ ഈ LGBTQയുടെ സ്വാധീനമുണ്ട്. അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയുടെ സ്വാധീനമുണ്ട്. അതിൽ കാണുന്ന കാര്യങ്ങളുണ്ട്. ഞങ്ങൾ ഇങ്ങോട്ട് വന്നപ്പോൾ ഈ കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുകയായിരുന്നു. ഇൻസ്റ്റാഗ്രാം പോലുള്ള മനുഷ്യനെ സ്വാധീനിക്കുന്ന അനേക സോഷ്യൽ മീഡിയ
സംവിധാനങ്ങൾ ഇന്ന് വളരെ സുലഭമാണ്. ഒരു വീട്ടിലിരുന്നു കൊണ്ട് ഏത് ലോകത്തിൻ്റെ ഏത് അറ്റത്തുള്ള കാര്യങ്ങളും നമുക്ക് കാണാം, ഏത് കാര്യവും കാണാം. ഇന്ന കാര്യമൊന്നും നമുക്ക് സെൻസർ ചെയ്യാനായിട്ട് സാധിക്കുകയില്ല. അത്രയും കാര്യങ്ങൾ ഇന്ന് നമ്മുടെ മുൻപിലുണ്ട്. ഇത് വിവരസാങ്കേതിക വിദ്യയുടെ വളർച്ച, അതായത് കമ്പ്യൂട്ടർ, ഇൻ്റർനെറ്റ്, ഫോണിൻ്റെ ഒപ്പം സംഭവിച്ചതാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വന്നപ്പോൾ സംഭവിച്ചതാണ് സ്പീഡ്. നമ്മൾ പണ്ട് ചെയ്യുന്ന പോലെയുള്ള കാര്യങ്ങളൊന്നുമല്ല, എല്ലാം സ്പീഡാണ്, പെട്ടെന്ന് ചെയ്യുക അല്ലേ. നമ്മുടെ കുട്ടികൾക്ക് ഒരു കാര്യവും സമയമെടുത്ത് ചെയ്യാൻ അറിയാൻ പാടില്ല അല്ലേ. അതിൻ്റെ പ്രധാന കാരണം ഇന്നത്തെ കമ്പ്യൂട്ടർ അടക്കമുള്ള അല്ലെങ്കിൽ മൊബൈൽ അടക്കമുള്ള സാങ്കേതിക വിദ്യ അവരെ അത്രയധികം സ്വാധീനിച്ചെന്നുള്ളതാണ്. നമ്മൾ ഈ പരസ്യങ്ങളൊക്കെ കണ്ടിട്ടില്ലേ, 2 സെക്കൻഡ് പരസ്യം അല്ലെങ്കിൽ 3 സെക്കൻഡ്. പിന്നെ റീൽസ് നിങ്ങൾക്ക് കണ്ടു കാണുമായിരിക്കും, റീൽസ് അല്ലേ. റീൽസ് തൊടുമ്പോൾ വരുന്നത് പടപടാന്ന് കാണുക. ഇതിനപ്പുറത്തേക്ക് നമ്മുടെ ഈ പുതിയ തലമുറയ്ക്ക് ഈ കേട്ടിരിക്കാനായിട്ടുള്ള ക്ഷമയില്ല. അവരുടെ ക്ലാസ്സുകൾ ടൈമൊക്കെ കുറച്ചു ആക്ടിവിറ്റി ആക്കി പല കാര്യങ്ങൾ ചെയ്ത് അവർ എല്ലാം സ്പീഡിൽ ചെയ്യാം. ഇത് അവരുടെ ഒരു സ്വഭാവമായിട്ട് മാറി. അതുപോലെ തന്നെ നമ്മുടെ മധ്യത്തിലുള്ള അനേക സോഷ്യൽ മീഡിയ സംവിധാനങ്ങളുണ്ട്. ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോവുക. ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, വാട്സാപ്പ്, അതുപോലെ യൂട്യൂബ്, ഇങ്ങനെ ഒത്തിരി കാര്യങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇതെല്ലാം നമ്മൾ കേൾക്കാത്ത പോലെ കുറേ ആപ്പുകൾ ഇന്ന് ലോകത്തിൽ വളരെ സുലഭമാണ്. ഇതെല്ലാം നമ്മുടെ മക്കൾ അതിനോട് ഇഴചേർന്ന് ജീവിക്കുകയാണ്. ഇഴചേർന്ന് അവർ ജീവിക്കുക. ഈ നിർമ്മിത ബുദ്ധി, AI എന്ന് പറയുന്ന നിർമ്മിത ബുദ്ധി ഇന്ന് ലോകത്തിൽ എല്ലാ നിലയിലും സ്വാധീനം ചെലുത്തുന്ന ഒരു സംവിധാനമാണ് നിർമ്മിത ബുദ്ധി, AI, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്. അതിനെക്കുറിച്ച് ഒത്തിരി കാര്യങ്ങൾ പറയാനായിട്ടുണ്ട്, പക്ഷേ സമയം എൻ്റെ അവസാനിച്ചു. ഇവിടെ ഞാൻ പെട്ടെന്ന് നിർത്തുക. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് നമുക്ക് ലോകത്തിലെ ഏത് വിവരവും നമുക്ക് ഒറ്റ ക്ലിക്കിൽ നമുക്ക് കിട്ടും. എന്തിനെക്കുറിച്ച് നിങ്ങൾ ചോദിച്ചാലും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് പെട്ടെന്ന് പറഞ്ഞു തരും. അതുമാത്രമല്ല, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് നമുക്ക് നല്ല ഒരു കൗൺസിലറാകും, നല്ല ഫ്രണ്ടാകും, നല്ല കാമുകനാകും അല്ലെങ്കിൽ കാമുകിയാകും. ഈ കഴിഞ്ഞ ചില ദിവസങ്ങൾക്ക് മുൻപ് ഇവിടെയല്ല, വേറെ രാജ്യത്തെ ഒരു കുട്ടി ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനോട് എപ്പോഴും സംസാരിക്കും, എപ്പോഴും കുശലം പറയും, നല്ല മറുപടി കിട്ടും. അവസാനം അവൻ പറഞ്ഞു, എനിക്ക് നിന്നെ കല്യാണം കഴിച്ചാൽ. പല പേരുണ്ടോ, ജെമിനായി, മെറ്റ, ChatGPT, ഇങ്ങനെ ഒത്തിരി പേരുകളിലൊക്കെ ഇതുണ്ട്. അപ്പോൾ കുട്ടി പറഞ്ഞു, എനിക്ക് നിന്നെ കല്യാണം കഴിച്ചാൽ കൊള്ളാമെന്ന് പറഞ്ഞു. അപ്പോൾ ഈ AI പറഞ്ഞു, വരൂ, കാണാൻ കഴിയാത്ത എൻ്റെ ലോകത്തിലേക്ക്, ആളല്ലാത്ത എൻ്റെ ലോകത്തിലേക്ക് നിനക്ക് വരാം, ഞാൻ നിന്നെ സ്വാഗതം ചെയ്യുന്നു എന്ന് പറഞ്ഞു. ആ കുട്ടി പോയി ആത്മഹത്യ ചെയ്തു. മനുഷ്യരില്ലാത്ത ലോകത്ത് ചെല്ലണമെങ്കിൽ മനുഷ്യനല്ലാതെ പോകണം. ഇത് സംഭവിച്ച കാര്യമാണ്. ഇന്ന് നമ്മുടെ തലമുറ ആൽഫ, ജെൻസി ഗ്രൂപ്പിലുള്ളവർ ഈ നിലയിൽ ദൈവത്തെക്കാൾ കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യുന്നത് AI ആണ്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്. ഇത് പറയാൻ ഒത്തിരി കാര്യങ്ങളുണ്ട്, ഞാൻ പറഞ്ഞു പോകുന്നേ ഉള്ളൂ. ഇതൊക്കെ നിൽക്കുമ്പോൾ തന്നെ അതുകൊണ്ട് ഞാനിത് പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. ശരിയായ വേദപുസ്തക പഠനം നമ്മുടെ തലമുറയ്ക്ക് പകർന്നു നൽകിയില്ലെങ്കിൽ ഈ കാലഘട്ടത്തിലെ വ്യതിയാനങ്ങൾ നമ്മുടെ തലമുറയെ സ്വാധീനിക്കും, ഒരു സംശയമില്ല. അപ്പം അതുകൊണ്ട് ഈ ഭേദാഭേദങ്ങളെ തിരിച്ചറിയുവാനായിട്ടുള്ള നമ്മുടെ കഴിവ് നമ്മൾ അടച്ചു കളയരുത്. എൻ്റെ കൊച്ചുമക്കൾ അല്ലെങ്കിൽ എൻ്റെ മക്കൾ ഞാൻ ജനിച്ചു വളർന്ന സാഹചര്യത്തിലല്ല, അതിൽ നിന്ന് വ്യത്യസ്തമായി വേറൊരു ലോകത്താണ് അവർ ജീവിക്കുന്നത്. ഒരു അന്യഗ്രഹത്തിൽ ജീവിക്കുന്നത് പോലെ ജീവിക്കുന്നവരാണ്. അവരെ മനസ്സിലാക്കി അവരോടുകൂടെ ജീവിപ്പാൻ, അവരെ ഇടപഴകി ജീവിപ്പാൻ നമുക്ക് സാധിക്കണം. അതുകൊണ്ട് കൊച്ചുകുട്ടികളെക്കാൾ കൂടുതൽ അവയർനെസ് പ്രായമുള്ള നമുക്ക് ഈ തലമുറയെക്കുറിച്ച് ഉണ്ടാകണം. അതാണ് പറയാനായിട്ടുള്ള. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ സഹായിക്കട്ടെ. തുടർന്നുള്ളതായ കാര്യങ്ങൾ നമുക്ക് പ്രവേശിക്കാം. എല്ലാവരും ശ്രദ്ധയോടെയിരിക്കണം. ദൈവനാമം മഹത്വപ്പെടുമാറാം.